എല്ലാവർക്കും നല്ല ചൂടാണ്. കേരളത്തിൽ മൊത്തം ചൂടാണ്. ഒരു വശത്ത് രാഷ്ട്രീയ ചൂടുണ്ട്, മറുവശത്ത് പ്രകൃതിയുടെ ചൂട്. അതങ്ങനെ പോകുന്നു. ഇതിനിടയിൽ ഒരു രാഷ്ട്രീയവും പറയാനില്ല. രാഷ്ട്രീയം പറയാനും വേണ്ടി വന്നതുമല്ല. ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പറഞ്ഞിരുന്നു. അതിന്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതില് സ്റ്റാർട്ട് ആക്ഷൻ കട്ട് എന്ന് പറയുന്ന സിനിമാ സംബന്ധിയായിട്ടുള്ള പ്രോഗ്രാം ടെലികാസ്റ്റ് തുടങ്ങി യൂട്യൂബില്. ഇനി മറ്റ് 2 വിഭാഗങ്ങൾ ഉടനെ ആരംഭിക്കും. ഒന്ന് ധർമ്മ പരിചയം, സനാതന ധർമ്മ പരിചയവും, മറ്റൊന്ന് വീട്ടുവിശേഷങ്ങൾ എന്ന് പറയുന്ന പ്രോഗ്രാമും ഉടനെ തുടങ്ങും. അപ്പൊ ആദ്യമേ ഞാൻ വന്നത് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരു ഗ്രൂപ്പ് QFFK, കൊയിലാണ്ടി ഫിലിം ഫാക്ടറി, അങ്ങനൊരു കൂട്ടായ്മയുണ്ട് കൊയിലാണ്ടിയിൽ. അവര് നിർമ്മിച്ച കിഡ്നാപ്പ് എന്ന് പറയുന്ന യൂട്യൂബ് ഫിലിമിന്, യൂട്യൂബിൽ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം, അതിന് സംസ്ഥാന യുവജന കമ്മീഷന്റെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവര് നമ്മുടെ ഷീത്ത് മണവാളൻ, ഭാഗ്യരാജ് കുട്ടൂളി, ആൻസൺ ജേക്കബ് ഇങ്ങനെ തുടങ്ങിയവരൊക്കെയാണ് പുറകിൽ നിർമ്മാണത്തിലുള്ളത്. അതേപോലെ നൌഷാദ് ഇബ്രാഹിമാണത് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ചന്തു മേപ്പയ്യൂർ, കിഷോർ മാധവൻ, നിതീഷ് സാരംഗി, പിന്നെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ആൻസൺ ജേക്കബ്, ജിത്തു, ഇങ്ങനെ പിന്നെ വിശാഖ്, ജാനു, നന്ദിബസാർ, എല്ലാവർക്കും ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ പ്രാദേശികമായിട്ടുണ്ടാക്കുന്ന കൂട്ടായ്മ ഫിലിം ക്ലബിനൊക്കെ അവാർഡൊക്കെ ലഭിക്കുമ്പോൾ അത് ആരും പ്രോത്സാഹിപ്പിക്കപ്പെടാതെ പോകരുത്. കാരണം അത് വലിയൊരു കാര്യം തന്നെയാണ്. ഓരോ കോണിലും സാംസ്കാരിക പ്രവർത്തനം ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ്. ഇപ്പൊ ഞാനിപ്പം അത്തരം ആളുകളെ സഹായിക്കുന്ന രീതിയിലാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. ഒരു ടെലിഫിലിമോ ഷോർട്ട് ഫിലിമോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. മറ്റൊന്ന്, ഇപ്പോ ആളിക്കത്തുന്ന ആകെ രാഷ്ട്രീയ വിഷയമല്ലെങ്കിൽ പോലും നമുക്ക് പറയാവുന്ന ഈ CAA കാര്യം, അത് വെച്ചിട്ട് നാട്ടിലൊരു സ്പർദ്ധ ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട്. എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഇതിൽ മുസ്ലിങ്ങൾക്ക് എന്താണ് ദോഷം സംഭവിക്കുന്നത്? ഒരു മുസൽമാന്റെയും പൌരത്വം നഷ്ടപ്പെടുന്നില്ല. പകരം വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യം, പാർട്ടീഷൻ നടന്നപ്പോൾ പാകിസ്ഥാനില് ധാരാളം ഹൈന്ദവരും ക്രിസ്ത്യാനികളും, അന്ന് ഭാരതം ഒരു ദേശമായി നിൽക്കുന്ന സമയത്താണല്ലോ പാർട്ടീഷൻ നടന്നത്. അപ്പൊ ആ പാർട്ടീഷൻ നടന്നപ്പം ഈ പറയുന്ന അന്ന് അവിടുത്തെ ഹിന്ദു, ന്യൂനപക്ഷ ഹിന്ദു, ക്രിസ്ത്യൻ വിഭാഗ, ജൈന, ബുദ്ധ വിഭാഗങ്ങളെ സംരക്ഷിച്ചുകൊള്ളാമെന്ന് പാകിസ്ഥാൻ പറഞ്ഞ് അതിനനുസരിച്ച് നെഹ്റു ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ വിഭജനം കഴിഞ്ഞിട്ട് അവിടുത്തെ ഹൈന്ദവർക്കും ക്രിസ്ത്യാനികൾക്കും മറ്റ് ജൈന, ബുദ്ധ മതക്കാർക്കും തന്നെ അവിടെ നിലനിൽപ്പില്ലാത്തൊരവസ്ഥയുണ്ടായി. അവരുടെ ഏറ്റവും സങ്കടകരമായ ജീവിതമാണ് അവർ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരെ സഹായിക്കേണ്ട ഒരു ബാധ്യത ഭാരതത്തിനുണ്ട്. കാരണം വിഭജിച്ചത് ഭാരതം തന്നെയാണ്. ആ ഭാരതം വിഭജിച്ചപ്പോൾ അവിടെ നമ്മുടെ അയൽപക്കത്തായിട്ടുള്ള ഈ പറയുന്ന ദുരിതമനുഭവിക്കുന്ന ഒരു മുസ്ലിം കൺട്രിയായിട്ട് പാകിസ്ഥാൻ മാറിയപ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് സഹായം നൽകേണ്ടത് മറ്റാരാണ് എന്ന ചോദ്യം മുമ്പിലുണ്ട്. ഏതായാലും അവിടുത്തെ പാകിസ്ഥാനികൾ ഏതായാലും ഇന്ത്യയിൽ വന്ന് അവർക്ക് പൌരത്വം കൊടുക്കേണ്ടതിന്റെ കാര്യമില്ല. കാരണം ആ രാജ്യം അവരുടേതാണ്, മുസ്ലിങ്ങളുടെ രാജ്യമാണ്. അഫ്ഗാനിസ്ഥാനാകട്ടെ മറ്റു രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളാണ്. 3 വശത്തുള്ളത് മുസ്ലിം രാജ്യങ്ങളാണ്. അവർക്ക് ആ രാജ്യത്ത് നിൽക്കുന്നവർക്ക് എന്തായാലും
ഭാരതത്തിൽ ഒരു പൌരത്വത്തിന്റെ ആവശ്യം വരില്ല. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി വേണം നമുക്ക്. ഇനി വന്നാലും കൊടുക്കാനും കഴിയില്ല. കാരണം ഒരു പാകിസ്ഥാനിക്ക് വന്നിട്ട് നാളെ ഇന്ത്യയുടെ പൌരത്വം പ്രത്യേക രീതിയിൽ പൌരത്വം വേണ്ടി വന്നാൽ ആ പൌരത്വത്തിന് അപേക്ഷിക്കുക, പൌരത്വം അംഗീകരിക്കുക. ആ നിയമം ഇപ്പോഴും ഉണ്ട്. മറ്റു രാജ്യങ്ങളെ പോലെയല്ല, ഇവിടെ വിദേശികൾക്ക് പൌരത്വം കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ നമ്മുടെ ഇപ്പം കോൺഗ്രസിനെ നയിക്കുന്ന അവരും ഇന്ത്യയുടെ പൌരത്വം എടുത്തതാണ്. ഇറ്റലിക്കാരിയായിരുന്നല്ലോ. അപ്പൊ അതിന് സാധ്യതയുണ്ട്. ഈ കോൺഗ്രസിനെ നയിക്കുന്നവർ വിദേശത്ത് നിന്ന് വന്നിട്ട് അവർ പൌരത്വം കൊടുത്തതാണ്, പൌരത്വം സ്വീകരിച്ചതാണ് എന്നുള്ള കാര്യം മറന്നുപോയത്. അപ്പൊ അങ്ങനെ പൌരത്വം കൊടുക്കാനുള്ള നിയമവ്യവസ്ഥ നിലവിലുണ്ട്. പക്ഷെ ഇപ്പൊ ഈ പറയുന്ന പോലെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലുമെല്ലാം ദുരിതമനുഭവിക്കുന്ന ഹൈന്ദവ വിഭാഗങ്ങൾ നമ്മൾ കണ്ടു. സിഖുകാരൊക്കെ അഫ്ഗാനിസ്ഥാനിലുണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടാണല്ലോ. ഗുരുദ്വാരകളൊക്കെ തകർത്ത് അവരെ ഉപദ്രവിക്കുന്ന അവസ്ഥ. അപ്പൊ അവർക്ക് പോകാൻ വേറെ ഏത് രാജ്യമുണ്ട്? ഒന്ന് പറഞ്ഞു നോക്കൂ. ഈ പാകിസ്ഥാനിലുള്ള ഹൈന്ദവർക്കോ ക്രിസ്ത്യാനികൾക്കോ അല്ലെങ്കിൽ ജൈനമതക്കാർക്കോ പോകാൻ ഏത് രാജ്യമാണ് അഭയം കൊടുക്കാനുള്ള രാജ്യം? അത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ പറയട്ടെ. അവർക്ക് സൗദി അറേബ്യ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് സമ്മതിക്കാം. അവർക്ക് സൗദി അറേബ്യ പൌരത്വം കൊടുക്കും, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറയാൻ അംഗീകരിക്കാം. ഈ പാകിസ്ഥാനിലുള്ള ഹൈന്ദവ സഹോദരന്മാരെ, ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിലെ ക്രിസ്ത്യൻ അതല്ലെങ്കിൽ ജൈന മറ്റു മതസ്ഥരെ, ന്യൂനപക്ഷ മതസ്ഥരെ സഹായിക്കാൻ മുസ്ലിം ലീഗിന് വല്ല പദ്ധതിയുണ്ട്? അല്ലെങ്കിൽ കോൺഗ്രസുകാർക്ക് വല്ല പദ്ധതിയുണ്ട്? നമ്മുടെ സഹോദരങ്ങൾ തന്നെയല്ലേ അവർ ഹിന്ദുവായിപ്പോയി, അതല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിപ്പോയി, ജൈനനായിപ്പോയി, അതുകൊണ്ട് അവിടെ അനുഭവിച്ച് ജീവിച്ച് തീർക്കട്ടെ എന്നുള്ളതാണോ ഒരു മര്യാദ? ഏത് രാജ്യത്താണെങ്കിലും മതത്തിന്റെ പേരിൽ അന്യവൽക്കരിക്കപ്പെട്ടാൽ, ആക്രമിക്കപ്പെട്ടാൽ അവർക്ക് അഭയം കൊടുക്കാനുള്ള ഒരു രാജ്യമുണ്ടാവണം. അങ്ങനെ ഒരു രാജ്യമുണ്ടായിട്ടില്ലെങ്കിൽ കഷ്ടമാണ്. അപ്പൊ ഈ CAA നിയമത്തിൽ പറയുന്നതാണ്, അത്തരക്കാർ, അവിടെ ദുരിതം അനുഭവിക്കുന്നവർ, അവരെ അഭയം തേടിയിട്ടുണ്ടെങ്കിൽ അത്തരക്കാർക്ക് ഇന്ത്യൻ പൌരത്വം കൊടുക്കണം. അവർക്ക് ഇവിടെ ഹിന്ദുവായിട്ട് ജീവിക്കാൻ അനുവദിക്കണം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ അനുവദിക്കണം. ജൈനനാണെങ്കിൽ ജൈനൻ, ബുദ്ധനാണെങ്കിൽ ബുദ്ധനായിട്ട്, ബുദ്ധമതക്കാരായിട്ട് ജീവിക്കാൻ അനുവദിക്കണം. അതിൽ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും അതല്ലെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾക്കും എന്ത് പ്രശ്നമാണ് ഉണ്ടാവാൻ പോകുന്നത്? നമ്മുടെ രാജ്യം എപ്പോഴും മറ്റുള്ളവർ സ്വീകരിച്ച ചരിത്രമേ ഉള്ളൂ. ഇവിടെ ഈ മലബാറിൽ അറബികൾ വന്നപ്പോൾ രണ്ട് കൈ നീട്ടി ഇവിടുത്തെ ഹൈന്ദവർ സ്വീകരിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ വന്നപ്പോഴും രണ്ട് കൈ നീട്ടി ഭാരതം സ്വീകരിച്ചിട്ടുണ്ട്. പിന്നീടാണ് അങ്ങനെ വലിയൊരു രാജ്യമായിരുന്ന ഭാരതത്തെ രണ്ടാക്കി പിഴുത് മാറ്റിയത് ഹൈന്ദവരല്ല, RSSകാരല്ല, BJPക്കാരല്ല. അവിടെ ഒരു സങ്കുചിതമായിട്ടുള്ള ഒരു 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 ചിന്ത വരാൻ പാടില്ല. ഇപ്പൊ എത്രയോ ഇവിടെയുള്ള മുസ്ലിങ്ങൾ തന്നെ പാകിസ്ഥാനായിട്ട് ഒരു കുടുംബം തന്നെ അവിടെയും ഇവിടെയും ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അവിടെ ഒരു മുസ്ലിം കൺട്രിയാണ്, അവർക്ക് എല്ലാവിധ സംരക്ഷണവും അവിടെ ലഭിക്കുന്നുണ്ട്. ഒരു മുസൽമാന് പാകിസ്ഥാനിൽ എല്ലാവിധ സംരക്ഷണവും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഒരു ഹിന്ദുവിന് ലഭിക്കുന്നുണ്ടോ എന്നല്ല. നമ്മൾ കണ്ടു, ചെറിയ കുട്ടികളെ പിടിച്ചുകൊണ്ട് ബലമായിട്ട് വിവാഹം കഴിപ്പിക്കുക, അതല്ലെങ്കിൽ ഒരു ഹിന്ദു വിവാഹം നടക്കുന്നിടത്തുനിന്ന് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുക, ഇതൊക്കെ അവിടെ പാകിസ്ഥാനിൽ നിരന്തരം നടക്കുന്ന കഥകളാണ്, സംഭവങ്ങളാണ്. ഇത് ഇന്ത്യൻ പത്രങ്ങൾ മാത്രമല്ല, ലോകത്തിലെ എല്ലാ ഇന്റർനാഷണൽ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത, അവരുടെ വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത
അവസ്ഥയുണ്ടെന്ന് ലോകത്തിന് എല്ലാവർക്കും അറിയാം. അത് ഇവിടുത്തെ ഈ പറഞ്ഞ ലീഗിന്റെ തങ്ങൾക്കും അറിയാം, ഇവിടുത്തെ കോൺഗ്രസുകാരനും അറിയാം. ആ ദുഃഖം അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസം പകരാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് വിശ്വസിക്കുന്നവരാണ് ഞാനിപ്പോ ഹിന്ദുവായി മാറിയത് കൊണ്ട് സംസാരിക്കുന്നില്ല. ഹിന്ദുവായി മാറുന്നതിന് മുമ്പ് ഈ വിഷയം വന്നപ്പോഴും ഞാൻ ഇതേ സ്റ്റാൻഡിൽ തന്നെയാണ്. ഏത് രാജ്യത്താണെങ്കിലും ഹിന്ദു ആയതിന്റെ പേരിൽ, ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ, ജൈനനായതിന്റെ പേരിൽ ഒരു ഇന്ത്യക്കാരൻ ദ്രോഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവനെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഭാരതത്തിനുണ്ട്. അവരെന്റെ രാജ്യത്തിന്റെ മക്കളായിരുന്നു, അല്ലെങ്കിൽ എന്റെ രാജ്യത്തിന്റെ ജനതയായിരുന്നു. 47 ഈ രാജ്യം വിഭജിക്കുന്നവരെയും ഭാരതത്തിന്റെ മക്കളായിരുന്നു ആ ഹിന്ദുക്കളും ആ ക്രിസ്ത്യാനികളും അവിടുത്തെ ജൈനന്മാരും. അവരെങ്ങോട്ടാണ് പോകേണ്ടത്? ഇപ്പൊ തങ്ങൾ പറഞ്ഞു കേട്ടു, ജാതി നോക്കിയിട്ട് പൗരത്വം കൊടുക്കാൻ പാടില്ലെന്ന്. പിന്നെ പാകിസ്ഥാനികൾ മുഴുവനായി, മുസ്ലിങ്ങൾ മുഴുവനും നമുക്ക് പൗരത്വം കൊടുക്കണ്ട. ആർക്കാണ് പൗരത്വം ആവശ്യം വരുന്നത്? അവിടെ ജീവിക്കാൻ പറ്റാത്ത ഈ രാജ്യത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന, ഈ രാജ്യത്തേക്ക് അഭയം തേടി വരുന്ന, അങ്ങനെ അഭയം തേടി വരുന്നവർക്കല്ലേ പൗരത്വത്തിന്റെ ആവശ്യം വരുന്നത്? അവരെയല്ലേ പ്രത്യേകമായി പരിഗണിക്കേണ്ടത്? അതല്ല നാളെ പാകിസ്ഥാനികൾക്ക് ഇന്ത്യയിൽ വന്ന് കച്ചവടം തുടങ്ങണം, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ പൗരത്വം വേണം എന്ന് പറഞ്ഞു വന്നാൽ അവർക്ക് പൗരത്വം കൊടുക്കണമോ? ഒരു കലാകാരൻ പുറത്താക്കപ്പെടുകയാണ് പാകിസ്ഥാനിൽ നിന്ന്, ഇന്ത്യ അഭയം കൊടുത്തു, വേണമെങ്കിൽ പൗരത്വം കൊടുക്കാം. അതിനുള്ളൊക്കെ പ്രൊവിഷൻസ് ഉണ്ട്. രാഷ്ട്രീയ അഭയം തേടി വരുന്നവർക്ക് അഭയം കൊടുക്കാം. എല്ലാ രാജ്യത്തും അത്ര പ്രൊവിഷൻസ് ഉണ്ട്. അത് ഇന്ത്യയിലും ഉണ്ട്. ദലൈലാമയ്ക്ക് ഇന്ത്യയിൽ എങ്ങനെയാണ് സംരക്ഷണം കൊടുക്കുന്നത്, ഇന്ത്യ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ടിബറ്റൻസിനെ എങ്ങനെയാണ് ഇന്ത്യ കണക്കാക്കുന്നത് എന്നുള്ളത് ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം അത് ഭാരതത്തിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ഭാരതത്തിന്റെ ഭാഗമായി നിൽക്കുന്ന, ഭാരതത്തിന്റെ ഭാഗമായിരുന്ന ആ ആളുകളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കുന്നതിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്താണ് തകരാറ്? അതവർ പറയണം. അതല്ല, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുസൽമാന്റെ പൌരത്വത്തിന് ഇത് പ്രശ്നമാവുകയാണെങ്കിൽ, ഈ ബില്ല് പ്രശ്നമാവുകയാണെങ്കിൽ അത് എങ്ങനെ എന്നുള്ളതും പറയാൻ അവർ ബാധ്യസ്ഥരാണ്. മുസ്ലിം ലീഗും പറയണം, കോൺഗ്രസുകാരും പറയണം, കമ്മ്യൂണിസ്റ്റുകാരും പറയണം. ഇന്ന പോയിന്റ് കൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവനും പുറത്താക്കും. ഇന്ത്യയിൽ ഇപ്പൊ ജനിച്ചു വീഴുന്ന ഓരോ ആൾക്കാർക്കും ഇന്ത്യക്കാരനാണ്, അതിന് സംശയമൊന്നുമില്ല. ഇന്ത്യയിൽ ജനിച്ചു വീഴുന്നവരൊക്കെ ഇന്ത്യൻ പൌരത്വമുള്ള ആൾക്കാരുടെ മക്കളൊക്കെ ഇന്ത്യൻ പൌരനാണ്. ഇവിടെ ഉള്ളവർക്കൊക്കെ ഇന്ത്യൻ പാസ്പോർട്ടും ഉണ്ട്. ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട്. അതിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലെങ്കിൽ എങ്ങനെയെങ്കിലും പേരുണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ബംഗാളികൾക്ക് വരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാക്കുന്നവരാണ് നമ്മളെ കമ്മ്യൂണിസ്റ്റുകാർ. ഞാൻ രാഷ്ട്രീയം പച്ചയ്ക്ക് പറയല്ല, രാഷ്ട്രീയക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും. ഇപ്പം പശ്ചിമ ബംഗാളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബംഗ്ലാദേശുകാർക്കും പാകിസ്ഥാനികൾക്കും ഒക്കെ അവിടെ വോട്ടവകാശം ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് രാഷ്ട്രീയ തന്ത്രമാണ്. രാഷ്ട്രീയത്തിന് ജയിക്കാൻ വേണ്ടിയിട്ട് ആധാർ കാർഡ് കൊടുക്കുന്ന വ്യവസ്ഥയുണ്ട്. നമ്മുടെ എല്ലാ ബോർഡറിലും ഉണ്ട്. അത്ര ആൾക്കാരെ പുറത്താക്കേണ്ടതാണ്. ഇവിടെയും അവിടെയും പൗരത്വമുള്ള ആൾക്കാരുണ്ട്. അതിന് തൃണമൂൽ കോൺഗ്രസ് അതിനെ അംഗീകരിക്കുന്ന ആൾക്കാരാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, രാജ്യദ്രോഹികളായിട്ടുള്ള ആൾക്കാരാണ്. അത് നമുക്കറിയാം. കേരളത്തില് ഇന്ത്യക്കാരല്ലാതെ ബംഗ്ലാദേശികൾ പശ്ചിമ ബംഗാളിൽ നിന്ന് വരികയാണെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്നും ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ വന്ന് വേഷം മാറി വന്ന് ഇന്ത്യക്കകത്ത് താമസിച്ച് നമ്മുടെ ഭക്ഷണവും നമ്മുടെ പണവും സ്വീകരിച്ച് നമുക്കെതിരെ ചാരപ്രവർത്തനം നടത്തുകയും ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ആളുകളെ നമുക്കറിയാം. അത്തരക്കാരെ അടുത്ത കാലത്തും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ മറന്നു പോകരുത്.
അങ്ങനെയുള്ള ആളുകൾ ജീവിക്കുന്നിടത്താണ് ഇപ്പം എന്താണ് സ്ട്രെയിറ്റ് ആയിട്ട് സർക്കാർ മുഖാന്തരം എനിക്ക് ഇവിടെ അഭയം വേണം, എനിക്ക് ഇവിടുത്തെ പൌരത്വം വേണം എന്ന് പാകിസ്ഥാനിൽ പെട്ടുപോയ അല്ലെങ്കിൽ വിഭജനകാലത്ത് അവിടെ ആയിപ്പോയ ഒരു കുടുംബം ആവശ്യപ്പെടുമ്പോ അവർക്ക് അംഗത്വം കൊടുക്കുന്ന ആ പ്രക്രിയക്ക് കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമുണ്ട്, ഒരു സൈറ്റ് സൃഷ്ടിച്ചിട്ടുണ്ട്. എപ്രകാരമാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്നറിയില്ല. അപ്പൊ അഥവാ ആ നിയമം അംഗീകരിച്ചാൽ ഞങ്ങളത് അംഗീകരിക്കില്ലെന്ന് പറയാൻ പിണറായി വിജയന്റെ സ്വന്തം തറവാട്ട് വകയല്ല കേരളം. ഈ ഭാരതത്തിന്റെ ഭാഗമാണ് കേരളം എന്ന് പിണറായി വിജയനും അതേപോലെ തമിഴ്നാട്ടിലെ സ്റ്റാലിനും മനസ്സിലാക്കണം. ഇന്ത്യ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നാൽ ആ നിയമത്തെ അട്ടിമറിക്കാൻ പിണറായി വിജയന്റെ കുടുംബത്തിൽ ആരും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ നാളെ ബിജെപിക്കാരും വിചാരിച്ചാലും മാറ്റം വരുത്താനൊന്നും അങ്ങനെ പറ്റിയൊന്നുമില്ല. അതിന് ജനാധിപത്യമായിട്ടുള്ള പ്രക്രിയയിൽ മാത്രമേ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. പാർലമെന്റ് അംഗീകരിക്കണം. ആ പാർലമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ നിയമമാണ്. അതിൽ പിന്നെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങൾക്ക് നിയമം ചൈനയുടെ നിയമമാണെന്ന് പറയുന്നതും സാധ്യമല്ല. ആ രാഷ്ട്രീയം ഞാൻ പറയും. കാരണം അത് ഭാരതത്തെ സംബന്ധിക്കുന്ന രാഷ്ട്രീയമാണ്. എപ്പോഴും നമ്മൾ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കേരളത്തിൽ ചിന്തിക്കുന്നത്. അതിൽ മാറി നിൽക്കുന്നത് ഹിന്ദുക്കൾ മാത്രമാണ്. ഹിന്ദുവിന് പിന്നെ മതമൊന്നുമില്ല, ഹിന്ദുത്വവും ഇല്ല. ഹിന്ദു മുസ്ലിമിന് വോട്ട് ചെയ്യും, കോൺഗ്രസിന് വോട്ട് ചെയ്യും, കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്യും. ഹിന്ദു ആ ഹിന്ദുവിനെയാണ് തേച്ചൊട്ടിക്കുന്നത് എല്ലാ അർത്ഥത്തിലും. എങ്ങനെയൊക്കെ ഹിന്ദുവിനെ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചു. ഇന്നിപ്പോ ബാധോരാതെ ഇവിടെ വന്ന് പറഞ്ഞു ഈ CAA-ക്കെതിരെ സമരം ചെയ്ത ആളുകളുടെ കേസുകൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് കോൺഗ്രസും ലീഗും ഒച്ചയിടുന്നുണ്ട്. ആ അയ്യപ്പന് വേണ്ടി സമരം ചെയ്ത 10,000-കണക്കിന് മനുഷ്യര്, ആ ശബരിമലയിലെ ആചാരത്തിന് വേണ്ടി സമരം ചെയ്ത 1000-കണക്കിന് ഹൈന്ദവർക്കെതിരെ കേസ്, ആ കേസിൽ ഒന്ന് പിൻവലിക്കാൻ കോൺഗ്രസുകാരന് എന്താ നാവ് പൊന്താത്തത് പറയാൻ? എന്താ ലീഗുകാർക്ക് നാവ് പൊന്താത്തത്? CAA-ക്കെതിരെ എടുത്ത സമരത്തിൽ കേസെടുത്തത് പിൻവലിക്കണം, ആ കേസ് തള്ളണം എന്ന് പറയുന്നു. അതേസമയത്ത് ഈ ശബരിമല ശാസ്താവിന്റെ ആചാരങ്ങൾക്ക് വേണ്ടിയിട്ട് പൊരുതിയ ആ ഹൈന്ദവരുടെ നേർക്കെടുത്ത കേസ് ഒഴിവാക്കണം എന്ന് എന്തുകൊണ്ട് കോൺഗ്രസുകാരൻ പറയുന്നില്ല? എന്തുകൊണ്ട് ലീഗുകാരൻ പറയുന്നില്ല? മാർക്സിസ്റ്റ് പാർട്ടി പിന്നെ പറയില്ല, കാരണം അവരാണല്ലോ കേസെടുത്തത്. ഞാൻ ലൈവിൽ വരാൻ തന്നെ കാരണം ഇപ്പൊ പത്മജ BJPയിൽ വന്നത് എന്നെ സംബന്ധിച്ചുള്ള വലിയ ആനക്കാര്യമൊന്നുമല്ല. ഞാൻ അത് വലിയ അത്ഭുതം കാണുന്നൊന്നുമില്ല, ഇതൊന്നുമില്ല. പക്ഷെ പത്മജ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, പത്മജ BJPയിലേക്ക് വന്നതിന് ശേഷം അവർക്ക് ചന്ദനപ്പൊട്ടിടാൻ ഇഷ്ടമായിരുന്നു. പക്ഷെ ആ ചന്ദനപ്പൊട്ട് പുറത്തേക്ക് ഇറങ്ങിയ തുറിച്ച നോട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതെന്താ അങ്ങനെ? ഹൈന്ദവർക്ക് മാത്രം എന്താണ് അവന്റെ വിശ്വാസ പ്രമാണങ്ങൾ പുറത്ത് ഒരു ചന്ദനക്കുറി തൊട്ടുകൊണ്ട് പുറത്തേക്ക് വരാം? ഒരു ഭസ്മക്കുറി തൊട്ട് പുറത്തിറങ്ങിയാൽ സംഘി എന്ന് വിളിക്കാൻ ഈ രാജ്യത്ത് നിനക്ക് എന്ത് അവകാശമാണ് നൽകിയിരിക്കുന്നത്? ചന്ദനം തൊടുന്നവൻ സംഘി, അതല്ല കുങ്കുമം തൊടുന്നവൻ സംഘി. ഹിന്ദുവിന്റെ ആചാരങ്ങള്. ഒരു MP കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാൻ പോയപ്പോ മണ്ഡലത്തിൽ കുറി മായ്ച്ചു നിന്ന MP-നാരെ പേര് നിങ്ങൾക്കറിയാം. പിന്നെ അതിന്റെ പേര് പറയുന്നത് സ്വന്തം അസ്തിത്വം, സ്വന്തം നട്ടല് ഊരി കളഞ്ഞിട്ട് ഭസ്മക്കുറി മായ്ച്ചിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് കുനിഞ്ഞു നിന്നത് എന്ന് നമുക്ക് ആലോചിക്കണം. ആലോചിക്കട്ടെ. നിസ്കാരത്തഴമ്പുള്ള മുസൽമാനെ കാണുമ്പോൾ അറപ്പ് തോന്നുന്നില്ലെങ്കിൽ ചന്ദനപ്പൊട്ട് തൊട്ട് ഹിന്ദുവിനെ കാണുമ്പോഴും അറപ്പ് തോന്നാൻ പാടില്ല. അംഗീകരിക്കണം. അത് ഈ രാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന
വിശ്വാസികളുടെ അടയാളമാണ് ചന്ദനക്കുറി എന്ന് പത്മജ അത് പറഞ്ഞപ്പോ എനിക്ക് വല്ലാതെ വേദന തോന്നി. മാസാമാസം ഗുരുവായൂരപ്പന്റെ നടക്കി പോയി തൊഴുന്ന കരുണാകരന്റെ മോളാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കണം. കോൺഗ്രസ്സുകാരനൊക്കെ എന്താണ് വളഞ്ഞു നിൽക്കണം ആ വാക്ക് കേട്ടിട്ട്. ഉണ്ണിത്താൻ കുറി മായ്ച്ചില്ലേ, അതേ അവസ്ഥ തന്നെ. അപ്പോ സേട്ടൻ ആളുകൾക്ക് വേണ്ടിയിട്ട് കുറി മായ്ക്കുകയും അവരെ പ്രകീർത്തിക്കുകയും നിങ്ങളെ അല്ലെങ്കിൽ ആ വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ടാണ് എന്റെ കുഞ്ഞിന് ആ വിശ്വാസികളുടെ പേരിട്ടത് എന്ന് പറയുന്ന ആളുകളെ, ഈ വിശ്വാസത്തെ, ഈ സമൂഹത്തെ എന്തുകൊണ്ടാണ് തിരിഞ്ഞു നോക്കാത്തത്? അവരെന്താണ് രണ്ടാം തരം പൗരന്മാരായിട്ട് കാണുന്നത് ഹിന്ദുക്കളെ? അപ്പൊ വിഭജനം നടത്തുന്നത് CAA ആണോ അതോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണോ? ലീഗിൽ കുറി തൊട്ട ഒരാളെ കാണിച്ചു തരുമോ? ലീഗിലും മുസ്ലിം ലീഗില് എത്ര കുറി തൊട്ടവരുണ്ട്? എത്ര കുരിശ് തൂക്കിയവരുണ്ട് മുസ്ലിം ലീഗില്? ആരുമില്ലല്ലോ. BJPയിൽ അബ്ദുള്ളക്കുട്ടിയും ഉണ്ട്, എല്ലാവരും ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും എല്ലാവരും ഉണ്ട്, കോൺഗ്രസിലും ഉണ്ട്. ഈ മുസ്ലിം ലീഗിൽ എന്താണ്? അത് രാഷ്ട്രീയ പാർട്ടിയല്ലേ? ജനാധിപത്യപരമായിട്ടുള്ള ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ? ഇപ്പൊ ഞാൻ അടുത്ത കാലത്ത് ഞങ്ങളൊരു സാംസ്കാരിക സംഘടന ഉണ്ടാക്കി. എന്താണ്? നാഷണൽ ഹിന്ദു ലീഗ്. കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ വിജിലൻസ് എന്നെ വിളിച്ചിരുന്നു. എന്താണ് എന്റെ ഉദ്ദേശം? സാംസ്കാരിക സംഘടന. ഇപ്പൊ നാഷണൽ ഹിന്ദു ലീഗ് എന്നൊരു പേരിട്ടാൽ പോലും നമുക്ക് ഉടനെ എൻക്വയറി ചെയ്യണം. ഫോർ വാട്ട് പർപ്പസ്? എന്ത് പർപ്പസാണത്? എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു പേരിട്ടത്? നാഷണൽ ഹിന്ദു ലീഗ്. അതാ നാഷണൽ ഹിന്ദു ലീഗ് ഉണ്ടാക്കാൻ പാടില്ലേ? ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കാൻ പറ്റും, നാഷണൽ ഹിന്ദു ലീഗ് ഉണ്ടാക്കാം. അത് ഈ രാജ്യത്തെ നിയമങ്ങൾ അങ്ങനെയല്ലേ? ഒരു പക്ഷത്തേക്കല്ലോ. എനിക്ക് അത്ഭുതം തോന്നി. എന്തിനാണ് ഒരു സംഘടന രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ ഈ പോലീസ് എൻക്വയറി ചെയ്യുന്നത്? അതിന്റെ പേരിന്റെ പ്രത്യേകത നാഷണൽ ഹിന്ദു ലീഗ്. അതാ ഹിന്ദുവിന് ലീഗ്, നാഷണലായിട്ട് ലീഗ് ഉണ്ടാക്കാൻ പാടില്ലേ? ക്രിസ്ത്യാനിക്ക് ഉണ്ടാക്കാം, മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കാം, എങ്കിൽ പിന്നെ ഹിന്ദുവിനും ഉണ്ടാക്കാം. അതിൽ യാതൊന്നും തെറ്റൊന്നുമില്ല. ഹിന്ദു സംഘടിച്ചാൽ മാത്രം ഭൂമി കുലുങ്ങൂ. ഹിന്ദുത്വം 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ 1 by 1 ആയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഘോരഘോരം പ്രസംഗിക്കുന്നു. ഈ നാട്ടിലുള്ള ഹിന്ദുക്കളൊന്ന് ചിന്തിക്കണം. ഇന്ന് ഞാൻ വൈകുന്നേരം ലൈവിൽ വരുന്നു. വർഗീയത പറയാനാണ്. ഞാൻ വർഗീയതയാണ് പറയുന്നതെങ്കിൽ വർഗീയത തന്നെയാണ്. എല്ലാവർക്കും അവരുടെ അവകാശമാണ്. മുസ്ലിം ലീഗ് തന്നെ മുസ്ലിങ്ങളുടെ എന്താണ് കാര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യത ഉണ്ടെങ്കിൽ അതേ ബാധ്യത ഈ ഒരുപക്ഷെ ഹിന്ദു എന്നാലോ ഞാൻ RSSന് ആ ബാധ്യതയില്ല. ഹിന്ദുവിനെ RSSന് ഹിന്ദുവിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല. RSSന് രാഷ്ട്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. RSSന് ഒരിക്കലും ഹിന്ദുക്കളെ സംരക്ഷിക്കാനുമില്ല. ഇപ്പൊ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറയുന്നത് RSSന്റെ ഒരു കുടുംബത്തിന്റെ ഒരു വേറെ വിഭാഗമാണ്. സന്യാസി സമൂഹമുണ്ട് ഹിന്ദുക്കൾക്ക്, അവർ അത് ചെയ്തോളും. അപ്പൊ ഹിന്ദുവിനൊരു രാഷ്ട്രീയമില്ല. അപ്പൊ അത് BJP എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുവിന്റെ രാഷ്ട്രീയമാണ് എന്നുകൊണ്ട് എത്തിക്കുന്നത് ആ BJPയില് എന്തുമാത്രം മുസ്ലിങ്ങളുണ്ട് എന്നുള്ളത് ഒന്ന് ചിന്തിക്കൂ. അബ്ദുള്ളക്കുട്ടി ഉണ്ടല്ലോ, നിസ്കരിക്കുന്ന ആളാണല്ലോ, ഏറ്റവും ചുരുങ്ങിയത്. ഇപ്പൊ PC ജോർജ് വന്നു. എന്നാൽ ഇപ്പുറത്ത് അതില്ലല്ലോ. മുസ്ലിം ലീഗിൽ അതില്ല. അപ്പൊ അത് മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതേപോലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നമ്മൾ കണ്ടു. തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നിരോധിച്ച തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ട്. ഇതൊക്കെ ഈ രാജ്യത്ത് പ്രവർത്തിച്ചവരാണ്. അവർ തീവ്രവാദം നടത്തി എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് അവരൊക്കെ ഇന്ന് ജയിലിലാണ്. ഒന്നാലോചിച്ച് നോക്കൂ. ഭാരതത്തിൽ ഹിന്ദുക്കൾ തീവ്രവാദ പ്രസ്ഥാനം നടത്തിയിട്ട് ജയിലിൽ കിടക്കുന്ന എത്ര പേരുണ്ട് പറ?
ഈ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പറയുന്ന എന്താണ് ഈ പൗരത്വം നൽകുന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതെല്ലാം ചിന്തിക്കണ്ടേ? ഒരു ഹിന്ദുവും ഒരു മുസൽമാനെയും വിളിച്ച് നിർബന്ധപൂർവ്വം മതം മാറ്റിയ ചരിത്രമില്ല. ആരെയും പൊട്ടുതൊടിപ്പിച്ച ചരിത്രമില്ല. ആരെയും അഗ്നിക്ക് ബലം വെച്ച് പൂണൂല് കൊടുത്ത് മന്ത്രം ചൊല്ലി നിർബന്ധപൂർവം ഹിന്ദു ആക്കിയ ചരിത്രമില്ല. ഞാനൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം ഹിന്ദു ആയതാണ്. ഹിന്ദു ഒരു മതമല്ല, ആദ്യം മനസ്സിലാക്കണം. ഹിന്ദു ഒരു മതമായിട്ട്, ഹിന്ദു മതം എന്നുള്ള അർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ അങ്ങനെ പറയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. ആ ധർമ്മത്തിന് ഒരാളെ ഉപദ്രവിക്കാനുള്ള തത്വസംഹിതയില്ല. അത് വായിച്ചവർക്കറിയാം. മനുസ്മൃതി പൊക്കിക്കൊണ്ട് നടക്കുന്നവരോട് മനുസ്മൃതിയാണ്, ശ്രുതിയല്ല എന്ന് ആദ്യം ബോധ്യപ്പെടണം. ഓരോന്ന് പൊക്കിപ്പിടിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറയുന്നത് വിശ്വശാന്തിയാണ്. ഇപ്പൊ മെനഞ്ഞാന്ന് ഒരു നിരീശ്വരവാദി അന്തരിച്ചപ്പോൾ സ്വാമിജി കൊടുത്ത ഞാൻ അദ്ദേഹത്തെ ഏറ്റവും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ഹിന്ദു അതാണ്. ഹിന്ദുവില് ഈ ദൈവനിഷേധിയായിട്ടുള്ള നാസ്തികനെ അംഗീകരിക്കുന്ന ഒരു മതമാണ്, ഒരു സംസ്കാരമാണ് ഹിന്ദു. അപ്പൊ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാടത്തം എന്ന് പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഉപയോഗിക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് ഹിന്ദുവിന് അത് നോവുന്നുണ്ടെന്ന് കോൺഗ്രസുകാരാ കമ്മ്യൂണിസ്റ്റുകാരാ മനസ്സിലാക്കിക്കോ. ഒരുപാട് കാലം നിങ്ങൾ ഇതുകൊണ്ട് പോവില്ല. പ്രതാപൻ ഓടിയതുപോലെ ഓടേണ്ടി വരും. ഞാൻ പച്ചയായിട്ട് രാഷ്ട്രീയം പറയല്ല, പച്ചയായിട്ട് ഈ മതപരമായിട്ട് അല്ലെങ്കിൽ ജാതി മതം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയത്തെ നേരിടുമ്പോൾ തിരിച്ച് അതേപോലെ റിയാക്ഷൻ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയാൽ രാഷ്ട്രീയക്കാർക്ക് നല്ലതാണ്. ഈ CA ഒക്കെ വിഭജനത്തിന് ഉപയോഗിച്ച് വോട്ട് നേടാൻ ഉപയോഗിച്ചിട്ട് ആളുകളുടെ ഉള്ളില് തീ ആളി കത്തിച്ചിട്ട് തൽക്കാലം സൗത്തില് കട്ടിംഗ് ദ സൗത്ത് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ രാജ്യത്ത് അത് ഗുണം ചെയ്യില്ല. പണ്ട് ഇവിടുന്ന് ഉത്തരേന്ത്യയിലേക്ക് നോക്കി ഉത്തരേന്ത്യ ഒന്നിനും കൊള്ളാത്ത സ്ഥലമാണ്. അങ്ങനെ ഇന്ന് ഉത്തരേന്ത്യയെ കണ്ടുപഠിക്കേണ്ടുന്ന അവസ്ഥയാണ്. ഉത്തരേന്ത്യയിലെ ചെറുപ്പക്കാർക്ക് ജോലിയുണ്ടെന്ന്. പശ്ചിമ ബംഗാളിലെ ആൾക്കാർ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ജോലി ചെയ്യാൻ. തമിഴന്മാരെ കാണാനുണ്ടോ കേരളത്തില്? ഉണ്ടോ? ഇല്ല. തമിഴ്നാട്ടിൽ ജോലിയുണ്ട്, കൂലിയുണ്ട്. ഉത്തരേന്ത്യ UP-യിൽ ജോലിയുണ്ട്, കൂലിയുണ്ട്. ധാരാളം വ്യവസായങ്ങൾ വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ വരുന്ന വ്യവസായം. അതുകൊണ്ടാണ് കേരളത്തിലേക്ക് അവരാരെയും കാണാത്തത്. പശ്ചിമബംഗാളിൽ നിന്ന് വരുന്ന ബംഗാളികൾ തിരിച്ചു പോകും. കാരണം ബംഗാളികളെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ നശിപ്പിച്ചു വെച്ച ഒരു സ്റ്റേറ്റാണത്. കേരളീയന്റെ അവസ്ഥ അതേ അവസ്ഥയാണ്. അവൻ എന്നും ഗൾഫിലും അതല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് പോയിട്ട് ഇന്ന് ബംഗാളി ചെയ്യുന്ന അതേ തൊഴിൽ കേരളീയൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. കാരണം നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ഏറ്റവും രസം ഇന്ന് എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യമാണ്. കാരണം എന്റെ 24ാമത്തെ വയസ്സിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് സിനിമ പഠിക്കാൻ വേണ്ടി പോകുമ്പം ആലപ്പുഴ ബൈപ്പാസിന്റെ പണി നടക്കുക, കൊല്ലം ബൈപ്പാസിന്റെ പണിയും നടക്കുക. ആ പണി പൂർത്തിയായത് എനിക്ക് 60 വയസ്സായപ്പോഴാണ്. മാഹിയാതന്നെ ഈ 50 കൊല്ലമായിട്ടും ആ മണ്ണ് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ പറയുന്ന ഞങ്ങളാണ് ഭൂമി ഏറ്റെടുത്തത്. എന്താ 50 കൊല്ലം കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റിയില്ലായിരുന്നു? ആലപ്പുഴ 50 കൊല്ലം കൊണ്ട് എന്തിന് ആലപ്പുഴ ബൈപ്പാസിന് 50 കൊല്ലം എടുത്തു? കൊല്ലം ബൈപ്പാസിന് എന്തിന് 50 കൊല്ലം എടുത്തു? ഈ 10 കൊല്ലം കൊണ്ട് കേരളത്തിൽ വന്ന മാറ്റങ്ങളൊക്കെ ഉണ്ട്. നിങ്ങള് മോദിക്ക് വോട്ട് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ മാറ്റങ്ങളായിട്ട് തന്നെ അംഗീകരിക്കണം. ഇന്ത്യ ഒരുപാട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ. അക്കാര്യത്തിൽ മോഡി മിടുക്കനാണ്. 10 വർഷം മുമ്പ് ഞാനൊക്കെ KSEBയിൽ പോയിട്ട് ക്യൂ നിൽക്കണമായിരുന്നു. പണം അടയ്ക്കണമെങ്കിൽ, ടാക്സ് അടയ്ക്കണമെങ്കിൽ പഞ്ചായത്ത് പോകണം, വില്ലേജ് ഓഫീസിൽ പോകണമായിരുന്നു. പേഴ്സിൽ പണമില്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു.
ഇന്ന് എനിക്കൊരു കാർഡ് ഉണ്ടെങ്കിൽ കാർഡും വേണ്ട, ഫോൺ മാത്രം മതി. എന്റെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ പോയി സഞ്ചരിച്ച് എവിടെ നിന്നും ഞാൻ ഭക്ഷണം കഴിച്ച് മീനും മേടിക്കാം, പച്ചക്കറിയും മേടിക്കാം, പിച്ചയും കൊടുക്കാം. പിച്ചയും കൊടുക്കാം എന്റെ മൊബൈലിൽ നിന്ന്. ആ മാറ്റം ഉണ്ടായത് കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല. ഈ പറയുന്ന 2000-ത്തിലൊക്കെ ഞാൻ മദ്രാസിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന സിനിമാക്കാരനായിട്ട് ഞങ്ങൾ മദ്രാസ് മെയിൽ തോന്നി ഒരു ഒറ്റ ട്രെയിനേ ഉള്ളൂ. അതിൽ എങ്ങനെയാ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് മലയാളത്തിലെ സിനിമാക്കാർക്ക് അറിയാം. പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ട മൂക്ക് പൊത്താതെ കിടക്കാൻ പറ്റില്ലായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് മാറ്റി ട്രെയിൻ എവിടെ എത്തി, എങ്ങനെ വരുന്നു, എത്ര സീറ്റ് ഒഴിവുണ്ട് കൃത്യമായിട്ട് നമുക്കറിയാവുന്ന സംവിധാനം ഇന്നുണ്ട്. പ്ലാറ്റ്ഫോമുകളൊക്കെ വൃത്തിയായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളാണ്. ഈ മാറ്റത്തെ അംഗീകരിച്ചു കൊണ്ടു സംഘടന സുരേഷ് ഗോപി കൊടുത്ത ഒരു സ്വർണ്ണ കിരീടം അദ്ദേഹം ഞാൻ പറയുമ്പോൾ അദ്ദേഹം മണ്ടനാ പറഞ്ഞാണ്. പാപം. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തിന് പറ്റിയ പണിയല്ല ഇത് ആദ്യം പറഞ്ഞാണ്. അദ്ദേഹം വിശ്വാസിയാണ്, കടുത്ത വിശ്വാസിയാണ്. ആ വിശ്വാസത്തിന്റെ പേരിൽ അദ്ദേഹം പള്ളിക്കും കൊടുക്കും, ക്രിസ്ത്യൻ പള്ളിക്കും കൊടുക്കും, അമ്പലത്തിനും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. അപ്പൊ ഞാൻ എന്റെ ക്ഷേത്രത്തിൽ അതല്ലെങ്കിൽ ഞാൻ എന്റെ പള്ളിക്ക് ഞാൻ കൊടുക്കുന്ന ആ വസ്തു എന്ത് വസ്തുവാണ് ചുരണ്ടി നോക്കാൻ വരുന്നവന്റെ ചെപ്പയ്ക്ക് തലണ്ടേ, അതെന്റെ ഇഷ്ടമാണ്. പൂശി കൊടുക്കും, സ്വർണത്തിൽ കൊടുക്കും, വെള്ളി കൊടുക്കും, എന്തിനും കൊടുക്കുക. ചെമ്പിലും കൊടുത്താൽ ചെമ്പിൽ കൊടുത്താൽ മറ്റേ കർത്താവ് സ്വീകരിക്കില്ലേ? കൊടുക്കില്ലേ? സ്വീകരിക്കില്ലേ? അദ്ദേഹം സ്വർണത്തിന് കിരീടാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അന്ന് തന്നെ ഇന്റർവ്യൂ എനിക്ക് കുറച്ച് സ്വർണം, എന്റെ കയ്യിൽ കുറച്ച് സ്വർണം സുരേഷ് ഗോപി തന്നു, അതിൽ ഉപയോഗിച്ച് ബാക്കി തിരിച്ചു കൊടുത്തു എന്ന് അത് ഉണ്ടാക്കിയ ആള് പറഞ്ഞതാ. എന്നിട്ട് ആ മനുഷ്യനെ തേജോവധം ചെയ്യാൻ വേണ്ടി കുറെ വൃത്തികെട്ട നാറികൾ അതിന്റെ ചൊരണ്ടി നോക്കുക. ഇപ്പൊ ചൊരണ്ടിക്കുക. ഗുരുവായൂരപ്പന് ആനയെ വെച്ച് ആനയുടെ ആസനത്തിൽ കൈയിട്ടിട്ട് അതിന്റെ അകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുവോ? കഷ്ടമാണ്. പരിമിതിയുണ്ട് എല്ലാത്തിനും. ആ പരിമിതി കടന്നാ പോകുന്ന രാഷ്ട്രീയം. ഞാനൊരു രാഷ്ട്രീയത്തിനും പ്രവർത്തിക്കാൻ പോകുന്നില്ല. പക്ഷെ കാണുന്നത് പറയാതിരിക്കാൻ വയ്യ. ഇന്ന് രാവിലെ മുതൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്. അതേപോലെ തന്നെ ഈ അവകാശവാദം 50 കൊല്ലമായിട്ട് തീർക്കാത്ത സാധനം ഇപ്പൊ മോദി വന്ന് തീർത്തപ്പം അതിന്റെ ആണി അടിച്ചത് ഞങ്ങളാണ്, അതിന്റെ കയറ് വലിച്ചത് ഞങ്ങളാണ്, ഞങ്ങളുടെ ഭൂമിയിൽ നിന്നാണ് അതിന്റെ മെറ്റലെടുത്തത്. നാണമുണ്ടോ പറയാൻ? എന്നിട്ട് ഡബിൾ ഡെക്കറിന്റെ മുകളിൽ പോയിട്ട് അവിടെ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച ഫ്ലക്സ് പോലീസ് എടുത്തുകൊണ്ട് ഓടുന്നു. പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ച ഫ്ലക്സ് എടുത്തുകൊണ്ട് ഓടുന്നു. പകരം ഇവിടുത്തെ മന്ത്രി ഡബിൾ ഡെക്കറിൽ കയറിയിട്ട് ഓഹോ, എന്തൊരു കഷ്ടമാണിത്. ഞങ്ങൾ കാണുന്നുണ്ട് കേരളത്തിലെ മൊത്തം. എനിക്കിപ്പം നമുക്കറിയാം കേരളീയന്റെ ഒരു മനസ്സുണ്ട്. കേരളീയൻ ഒരിക്കലും ഇത് വിട്ടു പോവില്ല, നന്നാവില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പൊ എന്തായാലും പെട്ടെന്ന് നാളെ മറ്റന്നാൾ ഈ ഇക്കൊല്ലം ഈ 2024 എഴുതി ഒപ്പിട്ട കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ പറയുന്ന മോദിജിനെ പിടിച്ചെടുക്കാനുള്ള ത്രാണി ആയിട്ടില്ല. അദ്ദേഹത്തെ പിടിച്ചെടുക്കാനുള്ള ത്രാണിയായിട്ട് കാണാം. അദ്ദേഹത്തിന്റെ ജനങ്ങൾ ഏറ്റെടുത്തൊരു സംഗതിയാണ്. അവിടെ വർഗീയതയും എന്ത് കുത്തിക്കണക്കിന് കാര്യമില്ല. അദ്ദേഹം അടുത്ത 5 വർഷം ഉറപ്പായിട്ടും അദ്ദേഹം ഭരിക്കും. അപ്പൊ കേരളത്തിൽ നിന്ന് മറ്റേ സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയമുള്ള ആളല്ല, ആള് BJPയുടെ മെമ്പർഷിപ്പ് എടുത്തൊന്നും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പോയാൽ ഒരു മന്ത്രിയായിരിക്കുന്നു എന്റെ വിശ്വാസം. തൃശ്ശൂർക്കാർക്ക് ഗുണം കിട്ടും. ഇനി തൃശ്ശൂർക്കാർക്ക് വേണ്ടെങ്കിൽ വേണ്ടടൂ, നമുക്കിപ്പോ നിർബന്ധമില്ലേ? നല്ല പരിചയം. നമ്മുടെ പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം ഈ മെട്രോമാൻ നിന്നപ്പം ജയിപ്പിക്കാത്ത, അപ്പൊ അതുകൊണ്ട് സുരേഷ് ഗോപി ജയിപ്പിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് നല്ലത് വേണ്ടെന്നേ. നമുക്ക് ഈ അളിഞ്ഞ രാഷ്ട്രീയം മാത്രം മതി, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക്. എന്തായാലും ഈ തൃശ്ശൂരിൽ BJPക്ക് ഈ സുരേഷ് ഗോപി ജയിപ്പിക്കാനുള്ള വോട്ടൊന്നും BJPക്കില്ല.
അപ്പൊ ആ വോട്ട് വരുന്നത് എവിടുന്നാണ്? കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടും കോൺഗ്രസിന്റെ വോട്ടും വരുന്നു. അതുകൊണ്ടല്ല ടെൻഷൻ അടിക്കുന്നത്. രാഷ്ട്രീയത്തിന് ഉപരിയായിട്ട് ആ മനുഷ്യന് വോട്ട് വരും എന്നുള്ള വിശ്വാസമാണ് കോൺഗ്രസുകാരെയും CPM-കാരെയും അലട്ടുന്നത്. അങ്ങനെ നല്ലവർ വരികയാണെങ്കിൽ അത് ഇപ്പം കോഴിക്കോട് അങ്ങനെ ഒരു വ്യക്തിത്വം ഇനി കോൺഗ്രസിന് വന്നാൽ ഞാൻ വോട്ട് ചെയ്യും. രാഷ്ട്രീയത്തിനപ്പുറം ചില നിലപാടുകൾ എടുക്കും. രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തവര്, അങ്ങനെ ഒരു വ്യക്തി വേറൊരു രാഷ്ട്രീയത്തിന്റെ ആളായിട്ട് വരികയാണെങ്കിൽ നമ്മൾ അംഗീകരിക്കും. കേവല രാഷ്ട്രീയം മാത്രമല്ല, ജനതയുടെ ഒരു സ്വഭാവം അങ്ങനെയുണ്ട്. പക്ഷെ മലയാളി അംഗീകരിക്കില്ല. മലയാളി പതിവായിട്ട് വന്ന് ആ അടയാളം നോക്കി കുത്തുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് പോവില്ല, ചിന്തിക്കാനുള്ള ശേഷിയില്ല. ഇവിടെ നശിച്ച് നാരായണക്കല്ല് വെച്ചാലും ശരി, യാതൊരു ഗുണവുമില്ല ആർക്കും ഇല്ലെങ്കിലും മലയാളിമാർ ചിന്തിക്കില്ല. ഇപ്പൊ 2020 അവിടെ മാറ്റം ഉണ്ടാക്കി. ആ പഞ്ചായത്തിൽ വീണ്ടും 2020 ജയിക്കുന്നു. അവിടെ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുത്തെ ഒരു ചെറിയ ജനങ്ങൾ മാറി. ഇപ്പൊ ഇത് പറയുമ്പോൾ രാഷ്ട്രീയവാദിയായിട്ട് എന്നെ ചിത്രീകരിക്കാം. ജനങ്ങൾക്ക് സ്വാസ്ഥ്യം വേണം, ആര് ഭരിച്ചാലും. ഇപ്പൊ നാട്ടിൽ മൃഗങ്ങൾ ഭരിക്കുന്നതുകൊണ്ടാണ് ഈ മൃഗങ്ങൾ കാട്ടുന്നിറങ്ങുന്ന എന്റെ വിശ്വാസം. ഇവിടെ ഭരിക്കുന്ന മുഴുവൻ മൃഗങ്ങളാ, പോലീസുകാരും ഒക്കെ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടമാണ് ആ കുട്ടിയെ കൊന്ന പ്രദേശം. എന്റെ സിനിമ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്ത് അവിടെയാണ്. മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ. ആര് ജയിച്ചാലും ആര് തോറ്റാലും രാജ്യം മുന്നോട്ട് പോകും. അതൊക്കെ ജനങ്ങളുടെ തീരുമാനമാണ്, ആര് ജയിക്കണം ആര് തോൽക്കണം എന്നൊക്കെ ഉള്ളത്. അതിലൊന്നും നമുക്ക് നിർബന്ധിക്കാനും പറ്റില്ല. പക്ഷെ ഉള്ളതുപോലെ പറയാനുള്ള, അല്ലെങ്കിൽ മനസാക്ഷിക്കനുസരിച്ച് സംസാരിക്കാനുള്ള തന്റെ ഇടം അത് ഏത് വിഭാഗത്തിനാണെങ്കിലും, അത് ലീഗിനാണെങ്കിലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും വേണം. കേവലം വോട്ടിനു വേണ്ടി മനുഷ്യരെ അല്ലെങ്കിൽ അവരവരുടെ വിശ്വാസങ്ങളെ ചവിട്ടിരിക്കുന്നത്. ഹിന്ദുവിന്റേതായിട്ടുള്ള വിചാരങ്ങളുണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ലീഗുകാരും മനസ്സിലാക്കിയ കൊള്ളാം. നിങ്ങൾ ആ വിഭാഗത്തെ, ആ ചന്ദനക്കുറി തൊട്ടവനെ സംഘി എന്ന് വിളിച്ച് മൂലയ്ക്ക് ഇരുത്താൻ ശ്രമിക്കുമ്പോൾ അത് വളരുകയുള്ളൂ. എല്ലാവരുടെ ഉള്ളിലും ഒരു ആത്മാഭിമാന ബോധമുണ്ട്. അത് ഹിന്ദുവിന്റെ ഉള്ളിലുമുണ്ട്. അത് ഒരു പരിധിവരെയൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പം പ്രതികരിക്കാതിരിക്കും. പക്ഷെ ഇത് പത്മജ പറഞ്ഞതുപോലെ ഈ പൊട്ട് തൊട്ട് പുറത്തിറങ്ങരുത് എന്ന് ശഠിച്ചു കഴിഞ്ഞാൽ ഒടുവിൽ വലിയ പൊട്ട് തൊട്ടിട്ട് ഭസ്മം തേച്ചിട്ട് പുറത്തിറങ്ങേണ്ടുന്ന അവസ്ഥയുണ്ടാകും. CAA ആരെയും ദ്രോഹിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ആ നിയമം ഈ പറയുന്ന പോലെ അവിടെ ദുരിതം അനുഭവിക്കുന്ന ഹൈന്ദവ, ജൈന, ബുദ്ധ, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പാകിസ്ഥാനിലാണെങ്കിലും ശരി, ബംഗ്ലാദേശിലാണെങ്കിലും ശരി, അവിടത്തെ ഈ കഷ്ടത അനുഭവിക്കുന്ന ഒരു ഭൂരിപക്ഷത്തിന്റെ ഇടയ്ക്ക് ദുഃഖം അനുഭവിക്കുന്ന ഈ ന്യൂനപക്ഷങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഭാരതം നിർമ്മിച്ചിട്ടുള്ള ഒരു നിയമമാണ്. ഇനി കോടതി പറയുകയാണത് തെറ്റാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാം. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് കോടതി പറഞ്ഞപ്പോൾ, സുപ്രീം കോടതി പറഞ്ഞാൽ ഉടനെ സുപ്രീം കോടതിനെ പിരിച്ചു വിട്ടിട്ട് നടപ്പാക്കാൻ എന്തായാലും BJPക്ക് കഴിയില്ലല്ലോ. അപ്പൊ അത് കോടതിയിൽ നേരിടുക. അതല്ലാതെ അത് രാജ്യത്ത് അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് വഴക്കുണ്ടാക്കിയിട്ട് കേസെടുത്താൽ നാളെ അത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സമരമാണ്, അതുകൊണ്ട് കൊന്നതും കത്തിച്ചതും ഇല്ലാണ്ടാക്കിയതൊക്കെ അങ്ങ് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത ഹിന്ദുക്കളുടെ, അത് BJPക്കാരല്ല കേട്ടോ, ശബരിമല ശാസ്താവിന് വേണ്ടി സമരം ചെയ്തത് BJPക്കാർ മാത്രമല്ല, എല്ലാ വിഭാഗത്തിലുള്ള ഹൈന്ദവരുണ്ടായിരുന്നു. അവർക്കെതിരെ എടുത്ത കേസ് ഒന്ന് പിൻവലിക്കാൻ വേണ്ടി കോൺഗ്രസുകാരനും ഈ ലീഗുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഒക്കെ അത് പറഞ്ഞാൽ കൊള്ളാം. CAA വിഷയത്തിലെടുത്ത കേസ് പിൻവലിക്കണമെന്ന് പറയുമ്പം അതേ നാവ് കൊണ്ട് ഒന്ന് പറയണം. ഈ അയ്യപ്പന്റെ ആചാരങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത ആൾക്കാർക്കെതിരെ എടുത്ത കേസ്
പിണറായി വിജയൻ ഒന്ന് പിൻവലിക്കണം. അത് പറയാനുള്ള നട്ടല് കാണിക്കണം ആരായാലും ശരി. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. ഇനിയും നമ്മുടെ പാവപ്പെട്ട സുരേഷ് ഗോപി എന്തെങ്കിലും കൊണ്ട് ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ കൊടുത്തു. ഇന്നലെ ആരോ ഒരു പട്ട് പുതപ്പിക്കുന്ന കണ്ടു. ഇനി ആ പട്ടിന്റെ ഇഴ കീറിയിട്ട് അതില് കസവില്ല, അത് ഇന്നതുപോലെയൊക്കെയാണെന്ന് നാളെ മറ്റന്നാൾ വാർത്ത വരും. സുരേഷ് ഗോപി സൂക്ഷിച്ചാൽ സുരേഷ് ഗോപിക്ക് നല്ലത്. നമുക്ക് വേറൊന്നും പറയാനില്ല. കാരണം ഇവിടുത്തെ മനുഷ്യർ അങ്ങനെയായിപ്പോയി. സുരേഷ് ഗോപി, നിങ്ങൾ ചെയ്യുന്ന നന്മയോ നിങ്ങളുടെ വിശ്വാസമോ ഒന്നും മനസ്സിലാക്കാനുള്ള ത്രാണിയുള്ളവരല്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാര്. അത് കറുത്ത രാഷ്ട്രീയമാണ്. ആ കറുത്ത രാഷ്ട്രീയം അത് അങ്ങനെ പോകുള്ളൂ. അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെ കേട്ടോ. എന്നെ കോയാന്ന് വിളിക്കുന്ന തൃശ്ശൂരിലെ പ്രസിഡന്റ് രാഷ്ട്രീയം തന്നെയാണ്. അത് തന്നെയാണ് ഇതും. സുരേഷ് ഗോപി മനസ്സിലാക്കിയ കൊള്ളാം. ആ മനസ്സ് എല്ലാവരും ഉണ്ടെന്നേ. ആ കോയാന്ന് വിളിച്ച ആ പ്രസിഡന്റിന്റെ ഉള്ളിലുള്ള ആ മനസ്സ് തന്നെയാണ് സുരേഷ് ഗോപി കൊടുത്ത സ്വർണത്തിന്റെ ഇത് ചുരണ്ടി നോക്കാനുള്ള അപ്പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയക്കാരന്റെ മനസ്സും. എവിടെയാണ് ആ മനുഷ്യനെ നോവിക്കാൻ പറ്റുക എന്നുള്ള ഒരേ വികാരമാണ്. അന്ന് എനിക്കെന്ത് വേദനയുണ്ടായോ ആ വേദന തന്നെയാണ് സുരേഷ് ഗോപി ഇന്ന് അനുഭവിച്ചത്. അയാളുടെ വിശ്വാസ പ്രമാണം കൊണ്ട് ഒരു കിരീടം ഉണ്ടാക്കിയിട്ട് പള്ളിയിൽ സമർപ്പിച്ചു, മാതാവിന് സമർപ്പിച്ചു. അത് സ്വർണമാണെന്ന് പറഞ്ഞില്ല, തങ്കമാണെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം ഒരു ആളെ വിളിച്ച് കുറച്ച് സ്വർണം കൊടുത്തു, ആവശ്യമുള്ള സ്വർണം എടുത്തു, ബാക്കി തിരിച്ചു കൊടുത്തു. പക്ഷെ അത് ഇപ്പൊ ചുരണ്ടുന്നുണ്ട്, ചെമ്പാണ്. അതേ സമയത്ത് ഒരു ചെമ്പോല ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരൊക്കെ ആഘോഷിച്ചൊരു ചെമ്പോല ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അയ്യപ്പന്റെ ചരിതം എഴുതിയ ചെമ്പോല. ആ ചെമ്പോലയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നുണ്ട് ആരെങ്കിലും? ഉണ്ടോ? കാരണം അത് ജയിക്കാൻ ആവശ്യമായിരുന്നു. അയ്യപ്പനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ചെമ്പോല നന്നായിട്ട് ഉപയോഗിച്ച ആൾക്കാരാണ്. അവരാണ് ഇപ്പൊ സുരേഷ് ഗോപിയുടെ ഈ കിരീടത്തിന്റെ മാറ്റ് അല്ലെങ്കിൽ തങ്കമാണോ സ്വർണമാണോ എന്ന് നോക്കുന്നത്. അത് ഭയങ്കര രസമുള്ളതാണ്. എന്തായാലും ശരി, അദ്ദേഹം ഇനിയെങ്കിലും അദ്ദേഹം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നടന്നു നോക്കി ആദ്യമേ ചെമ്പ് ഇത്ര, സ്വർണ്ണം ഇത്ര എന്നൊക്കെ പറയേണ്ട ഗതികേട്ടിലേക്ക് വരും. അവരവരുടെ വിശ്വാസം. ഇപ്പൊ ഞാനൊക്കെ കൊടുക്കുന്നതിന്റെ നമ്മളാരും തന്നെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ടല്ല കൊടുക്കുന്നത്. എന്റെ ത്രാണി അനുസരിച്ച് ഞാൻ കൊണ്ടുപോകും. അത് സ്വർണം പൊതിഞ്ഞാണോ അല്ലെങ്കിൽ ഞാനിട്ട പൈസ 100 രൂപയാണോ 200 രൂപയാണെന്നോ അത് നോക്കാൻ ഒരു തെണ്ടിക്കും അവകാശമില്ല ഈ രാജ്യത്ത്. ഞാന് ഒരു ഭഗവാന് സമർപ്പിക്കുന്നത് എന്താണെന്ന് ചികഞ്ഞു നോക്കാനുള്ള അവകാശം വേറെ ഒരു തെണ്ടിക്കുമില്ല ഈ രാജ്യത്ത്. അങ്ങനെ ചെയ്യുന്നത് തെണ്ടികളാണ്. മറ്റൊരാൾ സമർപ്പിച്ചതിനെ ചുരണ്ടി നോക്കുന്നത് തെണ്ടികളാണ്. അല്ലെങ്കിൽ അദ്ദേഹം പറയണം ഇത് 101 പവനാണ് ഞാൻ കൊടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 101 പവനാണ് കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് പറയണം. അപ്പൊ അദ്ദേഹം ഒരിക്കലും അങ്ങനെ അദ്ദേഹം ആർഗ്യൂ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ കഴിവ് വെച്ചിട്ട്. പിന്നെ അദ്ദേഹത്തിന് കുട്ടികളുടെ സ്വഭാവമാണ്. ഉള്ളതുപോലെ പറയും. ഉള്ളതുപോലെ പറയും. എനിക്ക് 88 മുതൽ പരിചയമുള്ള മനുഷ്യനാണ്. ഈ കുട്ടികളുടെ ഭാര്യയാണ്. വായി തോന്നിയത് അപ്പൊ പറയും. ഞാൻ നിഷ്കളങ്കമാണ് അദ്ദേഹത്തിന്റെ മനസ്സ്. അതുകൊണ്ടാണ് ബൂത്ത് ചെന്നപ്പോൾ ആളെ കണ്ടില്ലെങ്കിൽ ബൂത്ത് പ്രവർത്തിക്കേണ്ടത് ബൂത്ത് കമ്മിറ്റിയുടെ ഇതാണ്. ആ ബൂത്ത് കമ്മിറ്റിക്കാരെ വഴക്ക് പറഞ്ഞതിന് ഇവിടുത്തെ പത്രക്കാർക്ക് എന്താണ് ചെയ്തുള്ളത്? ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ ബൂത്ത് കമ്മിറ്റിയിലെ ബൂത്ത് പ്രസിഡന്റിനെയോ ബൂത്ത് സെക്രട്ടറിനെയോ വിളിച്ച് ചീത്ത പറഞ്ഞു. അതിന് ഏഷ്യാനെറ്റിനും മനോരമയ്ക്ക് എന്തൊരു കഴപ്പാണ്. അവരതെന്താ ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്താണ്? അത് ഒരു സ്ഥാനാർത്ഥിയുടെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മത്സരിക്കുമ്പോ വാർഡിൽ പോയിട്ട് ഇതുപോലെ പ്രവർത്തനങ്ങൾ കണ്ടില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ വാർഡ് കയറിയിട്ടുള്ള പരിചയമൊന്നും ഇല്ല. ഇപ്പോഴാണ് അദ്ദേഹം വാർഡൊക്കെ കയറുന്നത്. വാർഡൊക്കെ ഇങ്ങനെ തന്നെയാണ്. വാർഡെങ്ങനെയാണ് ജില്ലാ കമ്മിറ്റി കൂടുമ്പോ 11ാം വാർഡിലാരെ രാമൻകുട്ടി കൃഷ്ണൻകുട്ടി എന്ന് വിളിച്ചു പറഞ്ഞ പേരേ ഉണ്ടാവുള്ളൂ. അതിപ്പോ എല്ലായിടത്തും CPM ഒഴികെ കേരളത്തില് മറ്റു രാഷ്ട്രീയക്കാർക്കൊക്കെ വാർഡില് കണക്കാ. CPMനുണ്ട്, അതില്ലാന്ന് പറയാൻ പറ്റില്ല. CPM നിങ്ങൾ ഏത് വാർഡ് എടുത്താലും ആ വാർഡില് കൃത്യമായിട്ട് വാർഡ് മെമ്പർ ഉണ്ടാവും.
വാർഡിന്റെ കമ്മിറ്റി ഉണ്ടാവും. അത് CPM മാത്രമേ ഉള്ളൂ. കോൺഗ്രസ്സുകാർക്കില്ല, BJPക്കാർക്കില്ല. അത് സത്യമാണ്. ഇനി അത് പറഞ്ഞിട്ട് എന്റെ മെക്കിട്ട് കയറാൻ വരണ്ട. കാരണം ഞാൻ മത്സരിച്ച് അനുഭവം ഉള്ളതുകൊണ്ട് സ്വന്തം അനുഭവത്തിൽ പറഞ്ഞാണ്. ഞാൻ മത്സരിച്ചപ്പോൾ ഞാൻ തന്നെയാണ് അവിടെ വാർഡ് കമ്മിറ്റി ഉണ്ടാക്കിയത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് കമ്മിറ്റി ഉണ്ടാകുന്നതും കമ്മിറ്റി പ്രവർത്തിക്കുന്നതും. അതൊരു സത്യമാണ്. ഇവിടെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പഞ്ചായത്ത് ഇലക്ഷന് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. വോട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുണ്ട്. വോട്ട് ചെയ്യാൻ പറ്റില്ല. വോട്ടുണ്ടായിരുന്നു. വിളിച്ചു വെച്ചിട്ട് ഉണ്ട് സാർ വോട്ടുണ്ട് സാർ. തലേന്ന് പറഞ്ഞു വോട്ടില്ലേ സാർ. പ്രാവശ്യം എനിക്ക് അറിയില്ല വോട്ടുണ്ടോ വോട്ടില്ല എന്നുള്ളത്. വോട്ടുണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. എന്ത് ചെയ്യാനല്ലേ. എന്തായാലും നല്ലത് വരട്ടെ. അപ്പോ എല്ലാവരും എന്റെ ചാനലിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ആ ചാനലിന് പ്രോത്സാഹനം തരണം. ഇപ്പം ഇനി എന്നെക്കൊണ്ട് ചെയ്യാവുന്നതാണ്. കുറച്ച് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വിദ്യ പറഞ്ഞു കൊടുക്കുക, സമൂഹത്തിന് കൊള്ളാവുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ചാനലുകൾ വലിയ സാമ്പത്തിക മുടക്കം ഉള്ളതാണ് ഇപ്പൊ ചെയ്യുന്നതൊക്കെ തന്നെ. ആർക്കും പ്രതിഫലം കൊടുത്തിട്ടൊന്നുമില്ല. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്ന് ചെയ്യുകയാണ്. അവർക്ക് ഭക്ഷണവും കാര്യങ്ങളും മാത്രമേ വണ്ടിക്കൂലിയെ ഞാൻ കൊടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടപ്രകാരം വന്ന് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം വേണം. രാംസ് വ്യൂസ് എന്ന് പറഞ്ഞ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതാണ് നിങ്ങൾക്ക് എനിക്ക് തരാവുന്ന ഒരു ഉപകാരം. അതിൽ തന്നെ അടുത്ത ഘട്ടം വരുന്നത് ഈ പറഞ്ഞ ഹിന്ദുവിന്റെ ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ചുള്ള ഒരു ക്ലാസ് മസ്റ്റാണ്. കാരണം ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല. ഞാൻ പിന്നെ ഒരു മുസൽമാനായിട്ട് വന്നുള്ളൂ. അപ്പൊ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഹിന്ദുവായിട്ട് ജനിച്ചു വളർന്ന് ആൾക്കാർക്ക് ഹിന്ദുവിന്റെ 16 സംസ്കാരങ്ങൾ എന്താണെന്ന് വെച്ചാൽ അറിയില്ല. പഞ്ചമഹായജ്ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അറിയില്ല. ഗായത്രി മന്ത്രം എന്താണെന്ന് വെച്ചാൽ അറിയില്ല. ഭഗവത്ഗീത എന്താണെന്ന് വെച്ചാൽ അറിയില്ല. രാമായണം അറിയില്ല. ഒന്നും അറിയാത്ത ഒരു മനുഷ്യ കുലമായിട്ട് ഹിന്ദുക്കൾ മാറിയിട്ടുണ്ട്. കാരണം അവർക്ക് സ്കൂളില്ല, മദ്രസ ഇല്ല, അവരെ പഠിപ്പിക്കാൻ ആളില്ല. ആകെക്കൂടി ഇപ്പം അല്പമെങ്കിലും ഈ പറയുന്ന ഹിന്ദു സമൂഹത്തിൽ അല്പം വിവരം കിട്ടുന്നത് ഈ ബാലഗോകുലത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ്. ബാലഗോകുലം പ്രവർത്തിക്കുന്നതുകൊണ്ട് കുറച്ച് കുട്ടികൾക്ക് നമ്മുടെ ഏതാണ് ഈ തത്വമസി അറിയാം, ഗീതയെക്കുറിച്ച് അറിയാം, കുറച്ച് കുട്ടികൾക്ക് അറിയാം. ബാക്കി ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരായി ജനിക്കുന്ന ആളുകൾക്കൊന്നും തന്നെ എന്താണ് ഹൈന്ദവ സംസ്കാരം എന്ന് വെച്ചറിയില്ല. അത് തന്നെയാണ് പ്രശ്നം. ഈ പറയുന്ന ഈ ഹിന്ദുവിനെ നോവിക്കുന്ന എല്ലാവർക്കും ഹിന്ദു എന്താണെന്ന് അറിയില്ല. എല്ലാ പ്രാർത്ഥനകളും നദികളെപ്പോലെ സമുദ്രത്തിൽ എത്തിച്ചേരുന്നത് പോലെ എന്നിലേക്ക് എത്തിച്ചേരുന്നു. നീ ആരോട് ചോദിച്ചാലും കേൾക്കേണ്ടത് ഞാനല്ലേ എന്ന് പറഞ്ഞ് കൃഷ്ണന്റെ ഒരു ഭാഷണമുണ്ട്. അർജുനോട് പറഞ്ഞു, ആരോട് വിളിച്ചു ചോദിച്ചാലും ലോകത്തിൽ മനുഷ്യര് ഉണ്ടാവുന്ന കുലത്തിന്റെ കുലാചാര പ്രകാരം അവരവരുടെ ദൈവങ്ങളെ പ്രാർത്ഥിക്കും. കൃഷ്ണന്റെ വാക്കാ. മുസൽമാനായി ജനിക്കുന്നവൻ അള്ളാഹുവിനെ പ്രാർത്ഥിക്കും. കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഏത് കുലത്തിനാണോ ആ കുലധർമ്മം അനുസരിച്ച് കുലാചാരമനുസരിച്ച് ജനിക്കുന്ന മനുഷ്യർ ആ കുലത്തിന്റെ അവസ്ഥയ്ക്ക് അവരുടെ ഈശ്വരനെ വിളിക്കും. പക്ഷേ അത് അവരുടെ ബോധതലം കൊണ്ടാണ്. അത് തിരിച്ചറിയാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. ആ കൃഷ്ണന്റെ വാക്കുകളാണ് എന്നെ ലോകത്തിലെ ഈ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിച്ചത്. ആരോടും ഒരു പരിഭവമില്ല, ആരോടും പരിഭവമില്ലാതെ ഇപ്പം ക്രിസ്ത്യാനിറ്റിയുടെ ബോധത്തോടുകൂടി, മുസ്ലിമിന്റെ ബോധത്തോട്, ഈ പറയുന്ന ബുദ്ധമതസ്ഥർ അവരുടെ ബോധത്തോടുകൂടി, ഓരോ മതവും പെന്തക്കോസ്തുകാർ അവരുടെ ബോധത്തോടുകൂടി ആ ബോധം വെച്ചിട്ട് അവർ കാണുന്ന ഈശ്വരനെ, ആ സങ്കല്പത്തെ അവര് വിളിക്കുമ്പോൾ അത് ഞാൻ തന്നെയാണ്, അത് ഞാൻ പറയുന്ന തത്വമസി തന്നെയാണ്, അവർ വിളിക്കുന്നത് അത് തന്നെയാണ് എന്നുള്ള വിശ്വാസം പുലർത്തുന്നവരാണ് ഹൈന്ദവർ. അതുകൊണ്ടാണ് ഹിന്ദുവിന്റെ പൂജാമുറിയിൽ ഒരു കുരിശ് കയറിയാലോ ഒരു 786 കയറിയാലോ അവർക്ക് നോവില്ല. ഞാൻ പലപ്പോഴും പറയാറില്ല, അത് നോവില്ല അവർക്ക്. പക്ഷെ വന്ന്
ഈ പറയുന്ന ആ വലിയൊരു സംസ്കാരത്തിന്റെ വേരറ്റ് പോകുന്ന അവസ്ഥയുണ്ട്. അതങ്ങനെ വേരറ്റ് പോയിക്കൂടാ. നമ്മുടെ വളരുന്ന കുട്ടികൾക്ക് ഒരു റിസർച്ചിന് വേണ്ടിയെങ്കിലും നമുക്കത് സൂക്ഷിച്ചു വെക്കണം. എല്ലാവർക്കും ഭഗവത്ഗീത വായിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഈ പറയുന്ന 16 സംസ്കാരങ്ങൾ വായിക്കാനോ സ്വാമിജി അടുത്ത് പോയി കണ്ടിട്ട് ചോദിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഒരു റെഫറൻസിന് എന്താണ് ഹൈന്ദവ സംസ്കാരം, ഗർഭധാനം മുതൽ അന്ത്യോഷ്ടി വരെയുള്ള ആ 16 സംസ്കാരങ്ങളെ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാം. അതാണ് അടുത്ത എന്റെ ഒരു കർമ്മ പദ്ധതി. അതും നല്ല ചെലവുള്ളതാണ്. ഈ ഗർഭധാന സമയത്ത് നടന്ന പുംസവനത്തിനാണെങ്കിലും ഒക്കെ ഹോമാദി കാര്യങ്ങൾ ചെയ്യണം. ആ ഹോമം നടത്തുമ്പോൾ ഉണ്ടാവുന്ന ഈ ഗർഭസ്ഥ ശിശുവിനുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പറയണം. വിവാഹം എങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള വൈദിക പ്രകാരമായിട്ടുള്ള വിവാഹം എങ്ങനെയാണെന്ന് കാണിക്കണം. എന്താണ് ഉപനയനം, എന്താണ് ഗുരു, ഇതൊക്കെ നമ്മൾ പറയണം. പറയല്ല, വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ 100 വാക്കുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തിയാൽ കുട്ടികൾക്കത് കിട്ടില്ല. പക്ഷെ അത് കാണിച്ചു കൊടുത്താൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മൾ പൊട്ടൻ തെയ്യം എന്ന് പറയും. തെയ്യം എല്ലാവരും കണ്ടിട്ടുണ്ട്. പൊട്ടൻ തെയ്യത്തിനെ കാണാത്തവർ കണ്ണൂരാരുമില്ല. കേരളത്തിൽ മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും പൊട്ടൻ തെയ്യത്തിനെ. പക്ഷെ പൊട്ടൻ തെയ്യത്തിന്റെ മിത്ത് എന്താണ്, ആ തോറ്റം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ കുഴപ്പം. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ പിൻപിലുള്ള അതിന്റെ ശാസ്ത്രീയത ആർക്കും അറിയില്ല. എന്തിനാ ചന്ദനം തൊടുന്നത്? ആ ചന്ദനത്തിൽ തൊട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? എന്തിനാണ് യജ്ഞം നടക്കുമ്പം നെയ്യും ഈ പൂക്കളും ഹവിസുക്കള്, ഈ പ്രത്യേകതരം ഹവിസുക്കൾ ഇടുന്നത് എന്തിനാണ്? ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ ആ ഹവിസുക്കള് അഗ്നിയിൽ ലയിക്കുമ്പോൾ ഉണ്ടാവുന്ന ഉപോൽപ്പന്നങ്ങളുടെ അന്തരീക്ഷത്തിലേക്ക് പകരുന്ന ആ ഒരു ഫീലുണ്ട്. ആ ഫീല് മാത്രമല്ല, ഒരു സയൻസ് ഉണ്ട് അതിനകത്ത്. നമുക്ക് പറഞ്ഞുതരാൻ ഇപ്പൊ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാർ ഇല്ല, നമുക്ക് പറഞ്ഞുതരാൻ പോയി അതിന്റെ കെമിസ്ട്രി പറഞ്ഞുതരാൻ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ ഇതൊന്നും വിഷ്വലൈസ് ചെയ്യാനോ ഇതൊന്നും സൂക്ഷിച്ചു വെക്കാനോ ആരും ശ്രമിച്ചിട്ടില്ല ഭാരതത്തിൽ. ആകെ കൂടി നമുക്ക് മഹാഭാരതം എന്ന് പറഞ്ഞ് രാമായണവും 2 സീരിയൽ ഉണ്ടായതാണ് ആകെ കൂടി ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ള ഈ ഹൈന്ദവ ഭാഗത്തുള്ള 2 കാര്യങ്ങൾ. ഈ 2 ദൂരദർശനിൽ വന്നു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഇപ്പൊ ഒരു അഗ്നിഹോത്രം നടത്തുന്നത് എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള വീഡിയോ ഇല്ല. ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഹിന്ദിയിലായിരിക്കും. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ളത് എന്താണ് ഈ ഇപ്പൊ നമ്മള് പശുവിനെ അല്ലെങ്കിൽ മൃഗങ്ങളെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്, അവരെ സംരക്ഷിക്കുന്നതിന്റെ തത്വം എന്താണ്, ഉറുമ്പൂട്ട് എന്താണ്, ആനയൂട്ട് എന്താണ്, ഇതൊക്കെ നമ്മുടെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ആസ്പദമാക്കിയാണ് ഹൈന്ദവ സംസ്കാരമുള്ളത്. പ്രകൃതിയില്ലാതെ ഹൈന്ദവനില്ല. മണ്ണ് പഞ്ചഭൂതത്തിലാണ് നമ്മൾ നിർമ്മിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഹൈന്ദവർ. ആ പഞ്ചഭൂതമല്ലാതെ വേറൊന്നുമില്ല. ആ പഞ്ചഭൂതത്തെ സംരക്ഷിക്കുന്നതാണ് ഹൈന്ദവന്റെ ചുമതലയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയും മണ്ണും മനുഷ്യനും മൃഗങ്ങളും എല്ലാം അധിവസിക്കുന്ന ആ പ്രകൃതിയുടെ ബാലൻസിംഗ് ആണ് ധർമ്മം. അതുകൊണ്ട് തന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ പൂക്കോട്ട് അവിടെ ആ കുളയിൽ നടന്ന 3 ദിവസത്തെ മർദ്ദനവും കൊടിയ കൊലപാതകവും സംഭവിക്കില്ല. ആർദ്രതയുടെ മനസ്സായിട്ട് വരും ധർമ്മം പഠിച്ചു കഴിഞ്ഞാൽ. ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടതാണ്, സ്വന്തം കുട്ടികളെ ധർമ്മം പഠിച്ചു കഴിഞ്ഞാൽ ആർദ്രതയുള്ളൊരു മനസ്സുമായിട്ടായിരിക്കും അവൻ ജീവിക്കുക. രാമനെ അറിഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തെ അവൻ അറിയും. രാമനെ കൃത്യമായിട്ട് രാമനെ അറിയണ്ടേ? രാമനെ അറിയണമെങ്കിൽ കൃത്യമായിട്ട് രാമൻ പറഞ്ഞ വാക്കുകൾ അറിയണം. രാമായണത്തിൽ രാമൻ ഓരോരുത്തരോടും പറഞ്ഞ വാക്കുകൾ അറിയണം. ഭരതൻ വന്നപ്പോ രാജധർമ്മത്തെക്കുറിച്ച് ഭരതനോട് പറഞ്ഞ വാക്കുകൾ കുട്ടികൾ പഠിക്കണം. എന്തിനാണ്
ബാലിയെ മറഞ്ഞിരുന്ന് ചെയ്തത് എന്ന് ബാലിയാണ് ചോദിക്കുന്നത്. ആ ബാലി ചോദിക്കുമ്പോൾ ആ ബാലിയോട് രാമൻ പറയുന്ന എന്താണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പഠിക്കണം. നമ്മുടെ ധർമ്മം പഠിച്ചു കഴിഞ്ഞാൽ, ആ ധർമ്മം പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ സ്വാത്വിക ഭാവത്തിലേക്ക് വരും. നമുക്ക് ബാക്കി ഞാൻ പറയട്ടെ, മുസൽമാന് ഇടത്തോട്ട് മുണ്ടുകൊടുക്കുന്നത് അവന്റെ ശീലമാണ്, ശീലമല്ല ആചാരമാണ്. 5 നേരത്തെ നമസ്കാരം അവന്റെ ശീലമാണ്. ഇപ്പൊ തുടങ്ങിയിരിക്കുന്ന റംസാൻ അവന്റെ ശീലമാണ്. ബാങ്ക് വിളി അവന്റെ ശീലമാണ്. അതവന്റെ രക്തത്തിൽ അലിഞ്ഞത്. ഹിന്ദുവിന്റെ രക്തത്തിൽ എന്താണ് അലിഞ്ഞിട്ടുള്ളത്? ഓങ്കാരമുണ്ടോ? എന്തിന് ചന്ദനക്കുറിയുണ്ടോ? വേദത്തിന്റെ പുത്രനാണെന്നുള്ള വാക്കവൻ കേട്ടിട്ടുണ്ടോ? അതല്ല വേദത്തിന്റെ പുത്രിയാണെന്നുള്ള വാക്കവൻ കേട്ടിട്ടുണ്ടോ? പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ അവൻ അറിയോ? പഞ്ചമഹായജ്ഞം അവൻ അറിയോ? ഭൂതയജ്ഞം എന്ന് ചോദിച്ചാൽ എന്താണെന്ന് അവൻ അറിയോ? ഒരു ഹിന്ദു കുട്ടിയോട് ചോദിക്കാൻ നിന്റെ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ആ കുട്ടി കിടന്ന് തപ്പും. രാമായണാണോ മഹാഭാരതാണോ എന്ന് തപ്പും. വേദമാണെന്ന് ആ കുട്ടിക്ക് അറിയില്ല. താൻ വേദത്തിന്റെ പുത്രിയാണോ വേദത്തിന്റെ പുത്രനാണോന്ന് അറിയില്ല. ധർമ്മം പഠിച്ചിട്ട് ഒരു മനുഷ്യനും മോശമായിട്ടില്ല ലോകത്ത് ധർമ്മം പഠിച്ചിട്ട് ആരും മോശമായിട്ടില്ല. അത് ഇങ്ങനെ വ്യാപിച്ചു വരികയാണ്. യൂറോപ്പിലൊക്കെ ധാരാളം പേര് ഹൈന്ദവ ധർമ്മം പഠിക്കുന്നു, ഭഗവത്ഗീത പഠിക്കുന്നു. ധർമ്മം പഠിച്ചിട്ട് ഹിന്ദുത്വം എന്ന് പറഞ്ഞൊരു വാക്കുണ്ടാവില്ല. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും മനസ്സിലാക്കേണ്ടതാണ്. പ്രതാപൻ ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് പ്രസംഗിച്ചു. ഏകദൈവ സിദ്ധാന്തത്തൊക്കെ പറഞ്ഞു. അതിനു മുമ്പ് ഏകദൈവ സിദ്ധാന്തം ഉണ്ടാക്കിയത് ഹിന്ദുവാണെന്ന് പ്രതാപന് അറിയില്ല. സഹിഷ്ണുതയുടെ അങ്ങേയറ്റമാണ് ഹൈന്ദവ സംസ്കാരം എന്ന് പ്രതാപന് അറിയില്ല. ഒരു നല്ല വാക്ക് ഹിന്ദുവിനെ കുറിച്ച് പ്രതാപൻ സംസാരിച്ചില്ല. അന്യമതസ്ഥരെ, അന്യവിശ്വാസങ്ങളെ പ്രകീർത്തിക്കുമ്പോൾ സ്വന്തം അസ്തിത്വം പറയാൻ കമ്മ്യൂണിസ്റ്റുകാർ പിന്നെ അതില്ല എന്ന് പറയാം. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കും. ഏത്? അവരുടെ സമ്മേളനത്തിൽ നിസ്കരിക്കാനുള്ള പായ വിരിച്ചു കൊടുക്കും, ഇഫ്താർ നടത്തും, മറ്റു മതസ്ഥരുടെ എല്ലാ വിശ്വാസ പ്രമാണങ്ങളും അവര്. പക്ഷെ അവന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ അമ്പലത്തിൽ പോയാൽ പിറ്റേന്ന് ഷോക്കോസ് നോട്ടീസ് കൊടുക്കും. ആയിരക്കണക്കിന് ഹിന്ദുവിന്റെ വിശ്വാസം വേറുന്ന ശബരിമലയിൽ പോയിട്ട് അവിടുത്തെ തീർത്ഥം വാങ്ങിച്ച് കൈകഴുകും. ഇതൊക്കെ കുറെ കാലമായിട്ട് കാണുകയാണ് ഞാൻ. നമ്മുടെ ആചാരങ്ങളെക്കുറിച്ച്, നമ്മുടെ സംസ്കാരത്തെ തേച്ചൊട്ടിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഗണപതി മിത്തെന്ന് പറഞ്ഞപ്പോ എന്റെ ഹൃദയം നൊന്തിട്ടുണ്ട്. ശബരിമലയിലേക്ക് പെണ്ണുങ്ങളെ വലിച്ചു കയറ്റിയപ്പോൾ എന്റെ ഹൃദയം നൊന്തിട്ടുണ്ട്. കാരണം മല ചവിട്ടിയവനാണ്, ചെരുപ്പിടാതെ കാനന വഴിക്ക് മല ചവിട്ടിയവനാണ് ഞാൻ. എനിക്ക് നോവും. പക്ഷെ ആ നോവല് ഇവിടുത്തെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിന് നോവില്ല. കാരണം എന്താ? ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് അടുത്തിട്ടില്ല, അവനെ അടുക്കാൻ സമ്മതിച്ചിട്ടില്ല, അവനെ പഠിപ്പിക്കാൻ സമ്മതിച്ചില്ല. അവൻ പഠിച്ചാൽ, ധർമ്മം പഠിച്ചാൽ പിന്നെ അതിൻ്റെ അകത്തുനിന്ന് പോവില്ലല്ലോ. അതുകൊണ്ട് അതിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി എക്കാലവും രാഷ്ട്രീയക്കാർ ശ്രമിച്ചിട്ടുണ്ട്. പകരം മദ്രസകൾക്ക് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികളെ പിന്നെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. അവർ എല്ലാ സൺഡേയിലും സൺഡേ സ്കൂളുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു കോണിൽ പോലും ഹിന്ദുവിന്റെ ധർമ്മം, ഒരു ഭഗവത്ഗീത ഇന്നതാണെന്ന് പോലും ഒരു പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. അക്ബർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞു ഇല്ലേ? അക്ബർ ദ ഗ്രേറ്റ് എന്ന് നമ്മൾ പഠിച്ചു. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് നമ്മൾ പഠിച്ചു. രാമൻ ദ ഗ്രേറ്റ് എന്ന് എവിടെയെങ്കിലും നമ്മൾ പഠിച്ചോ?
രാജ്യത്തിന്റെ നട്ടലായിട്ടുള്ള, രാജ്യത്തിന്റെ പ്രതീകമായിട്ടുള്ള രാമൻ ദ ഗ്രേറ്റ് എന്ന് ഏതെങ്കിലും ഗ്രന്ഥത്തിൽ നമ്മളെ പഠിപ്പിച്ചോ? ആ രാമന് വേണ്ടി പടഞ്ഞ് മരിച്ച ഒരു പക്ഷിയെക്കുറിച്ച് നമ്മൾ പഠിച്ചോ? എന്താണ് രാജാവിനെ സ്നേഹിക്കുന്ന പ്രജയുടെ? അത് രാമായണം വായിക്കുമ്പോഴാണ് ആ രാജാവ് എന്തായിരിക്കണം, ആ രാജാവിനെ എങ്ങനെ പ്രജകൾ സ്നേഹിക്കുന്നു എന്നൊക്കെ അറിയുന്നത് രാമായണം വായിക്കണം. അത് വായിച്ചാലേ നല്ല മുഖ്യമന്ത്രി ഉണ്ടാവുള്ളൂ, അത് പഠിച്ചാലേ നല്ല മന്ത്രി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മോശപ്പെട്ട മക്കളുണ്ടാവും, മോശപ്പെട്ട കുടുംബാംഗങ്ങൾ ഉണ്ടാവും. തനിക്ക് തന്റെ പോക്കറ്റ്, തന്റെ ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ചിന്തയുണ്ടാവും. ധർമ്മം പഠിച്ചവർ അതുണ്ടാവില്ല. രാമസിംഹന് എന്തുകൊണ്ട് രാഷ്ട്രീയം പറ്റില്ല എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ ഉത്തരവ്. രാമസിംഹന് എന്തുകൊണ്ട് രാഷ്ട്രീയം പറ്റില്ല അതാണ്. രാമസിംഹന് രാഷ്ട്രീയക്കാരനാവാൻ പറ്റില്ല, രാഷ്ട്രീയത്തിന് രാമസിംഹനും ആവാൻ പറ്റില്ല. ഞാൻ വിശ്വസിച്ച രാഷ്ട്രീയത്തിന്റെ അവസാന കണ്ണി എന്ന് പറയുന്നത് ധർമ്മമാണ്. ഏകാത്മ മാനവ ദർശനം എന്നാണ് എന്റെ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിന്റെ അവസാന വാക്ക്. ഏകാത്മ മാനവ ദർശനം എന്ന അതിനൊരു മാറ്റമില്ല. ആ ഏകാത്മ മാനവ ദർശനത്തിലാണ്, അതാണ് എന്റെ രാഷ്ട്രീയവും. ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. തന്നെ രാജ്യം മുന്നോട്ട് പോകട്ടെ, നന്നാവട്ടെ, റോഡുകൾ നന്നാവട്ടെ. ഈ കേരളം ഏകദേശം ഞാനും നിങ്ങളൊക്കെ കടക്കാരാണ്. ഈ കടത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ആലോചിച്ചിട്ടില്ലെങ്കിൽ ഇനി കേരളത്തിന്റെ ഗതി അധോഗതിയാണ്. അതെങ്കിലും മലയാളികൾ മനസ്സിലാക്കണം. ഇങ്ങനെ എത്ര കാലം പോകാൻ പറ്റും? കേന്ദ്രത്തെ പഴിച്ച് എത്ര കാലം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ഇനി ഇവര് മാറി കോൺഗ്രസ് വന്നാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? ഈ കോടിക്കണക്കിന് കടവും വെച്ചിട്ട് ഈ സ്റ്റേറ്റിനെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഒരു ഫാക്ടറി ഇല്ല, ഒരു തൊഴിലിടങ്ങളില്ല, ഒന്നും തന്നെ ഇല്ല. ഗൾഫിൽ നിന്ന് വരുന്ന പണം, എന്റെ മക്കളും അതേപോലെ ഒരുപാട് ആൾക്കാരുടെ മക്കൾ ഈ പറഞ്ഞ അന്യ സംസ്ഥാനത്ത് പോയി ജോലി ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പണം. ഞാൻ ധൈര്യമായിട്ട് പറയും, എന്റെ 2 മക്കൾ തൊഴിലെടുക്കുന്നുണ്ട്, അവർ മാസാമാസം കൃത്യമായി ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഇല്ലേ? നമ്മുടെ മക്കളൊക്കെ അന്യ സംസ്ഥാനത്ത് പോയിട്ടുണ്ടാക്കുന്ന പണം. ഈ സംസ്ഥാനത്ത് നമ്മുടെ മക്കൾക്ക് നിൽക്കാൻ പറ്റാത്തത് എന്താ? ഈ സംസ്ഥാനത്ത് ആകെ ഉള്ളത് ഇപ്പം ഈ ഇവിടുത്തെ മന്ത്രിമാരുടെ മക്കൾ മാത്രമേ ഉള്ളൂ. ഈ സംസ്ഥാനത്ത് പണം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മക്കൾ മാത്രമേ ഉള്ളൂ. അതിനൊരു വ്യത്യാസം ഒരു രാഷ്ട്രീയക്കാർക്കും ഇല്ല. മറ്റ് സ്റ്റേറ്റുകൾ അതൊന്ന് മാറി. അതാത് സ്റ്റേറ്റില് ജോലി സാധ്യതകളുണ്ടായി, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായി, ധാരാളം കമ്പനികൾ വരുന്നു, അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നു. കേരളത്തിൽ എവിടെയാണ് പ്രൊഡക്ഷൻ നടക്കുന്നത് ഒന്ന് പറഞ്ഞുതരാമോ? ഒരു കക്കൂസ് കമ്പനി ഇന്നലെ കണ്ടു, മനോരമ കാണിച്ചില്ലേ? കക്കൂസ് മാലിന്യം ശരിയാക്കാൻ വേണ്ടി വെച്ച ഫാക്ടറി അവിടെയുണ്ട്. പക്ഷെ നേരെ നമ്മളെ ജലാശയത്തിലേക്ക് അടിക്കുന്നത്. ആലപ്പുഴയിലോട് ചെന്ന് നോക്കൂ, കുറെ ഫാക്ടറികൾ ഉണ്ടായിരുന്നു പണ്ട്. എന്തെങ്കിലും പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. സർക്കാരിന്റെ ഓട്ടോ കമ്പനി എന്താണ് സ്ഥിതി ഒന്ന് ചെന്ന് നോക്കൂ. ഒന്നുമില്ല. നമുക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല ഈ കേരള സ്റ്റേറ്റില്. ഇവിടുന്ന് ഈ പഠിച്ചു വരുന്ന ഫുൾ A+ ഒക്കെ വാങ്ങി വരുന്ന കുട്ടികൾക്ക് എവിടെയും ഒരു മാർഗവും ഇല്ല പഠിക്കാൻ. അവരൊക്കെ അന്യ സംസ്ഥാനത്തേക്ക് പോവാണ്. ഈ സ്റ്റേറ്റിൽ ഒരു സാധ്യതയില്ല. എനിക്കും ആഗ്രഹമുണ്ട് എന്റെ മക്കളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ കൂടെ നിർത്തി. ഏതച്ഛന്റെ അമ്മയുടെ ആഗ്രഹമല്ലേ മക്കള് കൂടെ ഉണ്ടാവണമെന്ന്?
നിവൃത്തിയുണ്ടോ? ഒന്നിട്ട് നോക്കൂ. പഠിച്ച് വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ കുട്ടികൾക്ക് സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും കൂടെ അവരിന്ന് പറഞ്ഞു, അച്ഛൻ അങ്ങോട്ട് ഒരു ബാംഗ്ലൂരിൽ ജീവിക്കാം. ഈ മണ്ണിൽ ജനിച്ചു വളർന്ന് നമുക്ക് പോകേണ്ടുന്ന അവസ്ഥയാണ്. ഇപ്പം പറിച്ച് നടപ്പേണ്ട അവസ്ഥയാണ്. നാളെ വൃദ്ധന്മാർക്കും ഇവിടം വിട്ടു പോകേണ്ടി വരും. ഇന്ന് വൃദ്ധന്മാരേ ഉള്ളൂ. വൃദ്ധന്മാർക്കും ഇവിടം വിട്ടു പോകേണ്ടി വരും. ഇതൊക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടായി വരട്ടെ. കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടായിട്ട് വരട്ടെ. പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടായിട്ട് വരട്ടെ. എന്നല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് ആഗ്രഹിച്ചിരുന്നു. ഞാൻ മെട്രോമാനെയും സുരേഷ് ഗോപിയൊക്കെ ആഗ്രഹിച്ചിരുന്നു. അത് കേവലം രാഷ്ട്രീയമായിട്ടുള്ള കാര്യം മാത്രമല്ല, വിഷൻസ് ഉള്ള ആൾക്കാർ വരട്ടെ. ഈ പരസ്പരം എണ്ണ തേച്ച് കുളിപ്പിക്കുന്ന ബാലഗോപാലന്മാരെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്ന ആൾക്കാരല്ല വേണ്ടത് നമുക്ക്. പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടായിട്ട് വരട്ടെ. അടുത്ത കാലത്തൊന്നും മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ജനം ചിന്തിക്കണം. നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അവസ്ഥയുണ്ടാവണം. ഓരോ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും തൊഴിൽ പഠിക്കണം. യൂണിറ്റുകൾ ഉണ്ടാവണം. ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാവണം. നമ്മളിവിടെ വാങ്ങിക്കുന്ന ആണി എല്ലാം പുറത്തുനിന്ന് വരുന്ന ഒന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല. റോക്കറ്റ് വിടുന്ന കേന്ദ്രമാണ് കേരളം. അതിനെല്ലാം ഉണ്ടാക്കുന്ന സ്പേസിലേക്ക് പോകുന്ന സംഗതികളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേരളം. പക്ഷെ തൊഴിലെടുക്കാനുള്ള സ്ഥലങ്ങളില്ല. ഇവിടെ ആകെ കൂടി ഞാനെല്ലാം കാണുക, ആകെ രക്ഷപ്പെടുന്നത് ഓരോ മന്ത്രിയുടെയും PA-മാരാണ്. 3-4 കൊല്ലം 2-3 കൊല്ലം ജോലി ചെയ്തിട്ട് ആജീവനാന്തം പെൻഷൻ മേടിക്കാം. ഒരു മനുഷ്യനും ഒരു വിഷമവും ഇല്ല. ബാക്കി PSC എഴുതി നിൽക്കുന്നവര് ഈ ലിസ്റ്റ് ഇങ്ങനെ തള്ളിപ്പോയി, ലിസ്റ്റ് തള്ളി നരച്ച് വളഞ്ഞു കുത്തി അവസാനം എന്താണ് ഈ വാർദ്ധക്യ പെൻഷൻ പോലും കിട്ടാതെ വളഞ്ഞു കുത്തി ചാവുന്ന ഒരു സമൂഹമായിട്ട് ആൾക്കാർ മാറി. ഇതൊന്നും ചോദിക്കാൻ ഇവിടുത്തെ ചെറുപ്പക്കാരന് നാവില്ല. ചെറുപ്പക്കാരൻ ഇങ്ങനെ ചിന്താബാധ വിളിച്ച് നടക്കുക. അവനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ബോധമില്ലാത്ത ചെറുപ്പക്കാർ. ഇതാണ് മലയാളിക്ക് പ്രശ്നം. CAA നമ്മളെ മലയാളിയെ ബാധിക്കാത്ത, ഈ രാജ്യത്തിനെ ഒരിക്കലും ബാധിക്കാത്ത പ്രശ്നങ്ങൾക്ക് വേണ്ടി നാളെ മുതൽ ഇവിടെ ഘോരഘോരം അന്തിച്ചർച്ച, മൂവന്തി ചർച്ച, ഉച്ചച്ചർച്ച, പ്രഭാത ചർച്ച, ചർച്ചയോട് ചർച്ച ചെയ്ത് മനുഷ്യരെ ഇല്ലാണ്ടാക്കും. ഇപ്പം ന്യൂസ് പേപ്പറില്ല, വ്യൂസ് പേപ്പർ. ന്യൂസ് ചാനലില്ല, വ്യൂസ് ചാനൽ. മനോരമയ്ക്ക് മനോരമയുടെ വ്യൂസ്, ഏഷ്യാനെറ്റിന് ഏഷ്യാനെറ്റിന്റെ വ്യൂസ്. ഓരോരുത്തർക്കും അവനവന്റെ വ്യൂസ്. ആ വ്യൂസിന് വേണ്ടി പ്രവർത്തിക്കുന്നു. കേരളം അവരുടെ അജണ്ടയിലില്ല. ആന ഇറങ്ങിയാൽ ആന എന്തുകൊണ്ട് ഇറങ്ങുന്നത് അവർ പറയില്ല. അയ്യോ ആന വന്നേ, ചവിട്ടിക്കൊന്നേ, അരിക്കൊമ്പൻ, മറ്റേ കൊമ്പൻ, ഈ കൊമ്പൻ, ആ കടുവ, ഈ കടുവ, ലേ കടുവ. എന്താണ് കാട്ടിനകത്ത് സംഭവിക്കുന്നത്? ഇതുവരെ മനോരമ പറഞ്ഞോ? ഏഷ്യാനെറ്റ് പറഞ്ഞോ? എനിക്കറിയാൻ കാര്യം, ഇപ്പൊ ഞാനൊക്കെ വയനാട് ജനിച്ച എല്ലാ കൊല്ലവും കാട്ടിൽ നിന്ന് വരുന്ന ചാക്ക് കണക്കിന് നെല്ലിക്ക വഴിയോരത്ത് കൊണ്ടുവന്ന് വിൽക്കുന്ന ട്രൈബ്സിനെ കണ്ടിട്ടുണ്ട്. ഇന്ന് ഒരു നെല്ലിക്കയുടെ കഷ്ണം കിട്ടില്ല കാട്ടിനകത്ത്. അനിപ്ലാവില്ല, ഫ്രൂട്ട്സ് ഇല്ല. അതുകൊണ്ട് കുരങ്ങൊക്കെ ഒന്നായിട്ട് നാട്ടിലേക്ക് ഇറങ്ങും. ഫ്രിഡ്ജ് തുറന്ന് തിന്നാൻ തുടങ്ങി. വെള്ളമില്ല, ആന പുറത്തേക്ക് ഇറങ്ങും. പച്ച പുല്ലില്ല. വനമന്ത്രിയെ ഒന്ന് കയറി നോക്കാൻ പറ. പച്ച പുല്ലില്ല കാട്ടിനകത്ത്. വിശന്നാല് മനുഷ്യൻ പരാക്രമം കാണിക്കും.
മനുഷ്യൻ പരാക്രമം കാണിക്കുന്ന വിശന്നാൽ എന്താണ് കാണിക്കുന്നത് അറിയണമെങ്കിൽ ഇന്ന് ഗാസയിലേക്ക് നോക്കണം. ഗാസയിൽ ആ വീഡിയോ ഉണ്ട്, നിങ്ങൾ യൂട്യൂബിൽ നോക്കൂ. ആകാശത്ത് നിന്ന് എടുക്കുമ്പം മനുഷ്യർ ഉറുമ്പുകളെ പോലെ വരുന്ന ആഹാരത്തിന് വേണ്ടി കടിപിടി കൂടുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ? അതേ അവസ്ഥയായ മൃഗങ്ങൾക്ക്. മന്ത്രി നോക്കിയോ കാട്ടിലെ അവസ്ഥ എന്താണ്? ഈ കാട്ടിൽ നിന്ന് വരാനുള്ള കാരണം എന്താണ്? അവിടെ വെള്ളമുണ്ടോ, വെള്ളമില്ലേ? അവിടെ കടുവയ്ക്ക് തീറ്റയുണ്ടോ, തീറ്റയില്ലേ? ഇന്ന് വരെ ഈ പറയുന്ന ഇത്രയും ദിവസം മാറി മാറി മനോരമയും ഈ ഞാൻ ഏഷ്യാനെറ്റൊക്കെ ഞാൻ ഇന്ന് വരെ ശ്രദ്ധിച്ചു, ഇവരാരും തന്നെ അതിനകത്തുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് എന്തു പറ്റി? കാടിന്റെ വിസ്തൃതി കുറഞ്ഞിട്ടുണ്ടോ? കാടിന്റെ സ്വഭാവം മാറിയിട്ടുണ്ടോ? കാട്ടിൽ ജലക്ഷാമമുണ്ടോ? കാട്ടിൽ പുൽക്ഷാമമുണ്ടോ? കാട്ടിൽ മാനുകളുടെ കുറവുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ മനോരമ? ഞാനിപ്പോ പരസ്യം അറിയിക്കാം. മനോരമ, ഏഷ്യാനെറ്റ്, വലിയ കൊനാണ്ട്രന്മാരവരൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടോ? അവര് കാട്ടിലേക്കൊന്ന് ക്യാമറയും കൊണ്ടുപോയിട്ടുണ്ടോ? അതിനകത്ത് നടക്കുന്ന എന്താണെന്ന് പഠിച്ചിട്ടുണ്ടോ? അവര് ആനയുടെ പുറകെയാണ്. ആനയെ ഓടിക്കൂ, ആനയെ കൊല്ലൂ, ആനയെ വെടിവെക്കൂ, കടുവയെ വെടിവെക്കൂ, മനുഷ്യരെ രക്ഷിക്കൂ. ഇത് മാത്രമേ ഉള്ളൂ കേൾക്കാനുള്ളത്. അതിനകത്തേക്കൊന്ന് പോയി നോക്കണ്ടേ? അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് എന്ത് സംഭവിച്ചു? മുളയുണ്ടോ, മുളങ്കാടുണ്ടോ, പച്ചപ്പുല്ലുണ്ടോ? അവർക്ക് ഫ്രൂട്ട്സ് കിട്ടുന്ന മരങ്ങളുണ്ടോ? തേക്കിന്റെ അകത്ത് ഫ്രൂട്ട്സ് കിട്ടില്ല. കൊന്ന വെച്ച് പിടിപ്പിച്ചാൽ അവർക്ക് ഭക്ഷണം കിട്ടില്ല. കാട്ടിൽ അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. ചൂട് കൂടിയിട്ടുണ്ട്, അന്നത്തിന് കുറവുണ്ട്. അതുകൊണ്ടാണ് അരി തേടി വരുന്നത്. അവർ ടൂറ് വരുന്നതല്ല. ഞാൻ ജനിച്ചു വളർന്ന മീനങ്ങാടി, ആ മീനങ്ങാടിയിൽ കടുവിറങ്ങിയിരിക്കുന്നു. ഞങ്ങൾക്ക് കോളേജിൽ നിന്ന്, എന്റെ കോളേജ് കാടിന്റെ അടുത്തേന്ന് ഒരിക്കൽ പോലും ആനയായി ഞാൻ കണ്ടിട്ടില്ല. ബത്തേരി KSRTC കഴിഞ്ഞ കാടാണ്. ഇപ്പൊ അത് മീനാച്ചി കഴിഞ്ഞ് മീനങ്ങാടിയിൽ കടുവ ഇറങ്ങുന്നുണ്ടെങ്കിൽ സംഗതി ഗൗരവമാണ്. ചിന്തിച്ചിട്ടുണ്ടോ? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? മന്ത്രി ആലോചിച്ചിട്ടുണ്ടോ? മന്ത്രി പറഞ്ഞോ നിങ്ങളടുത്ത് എന്തുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്? മൃഗവും മനുഷ്യനും ഒരുപോലെയായി. SFIക്കാരെങ്ങനെയാ മൃഗമായത്? ഒരുപോലെ. മൃഗം ഒന്നുമില്ലെങ്കിൽ വിശന്നിട്ടാന്ന് പറയാം. മനുഷ്യരോ എലിയെ തട്ടിക്കളിക്കുന്ന മാതിരി ഒരു ഗുരുവിനെ തട്ടിക്കളിച്ച് 3 ദിവസം തട്ടിക്കളിച്ച് തല്ലി കയറിട്ട് കൊന്നു. എന്നിട്ട് ന്യായീകരണമായിട്ട് ഇങ്ങനെ വരിക. സങ്കടം തോന്നും. എല്ലാം കൊണ്ടും നശിച്ച അവസ്ഥയാണ്. സമീശൻ അയ്യപ്പന്റെ കാട്ടിൽ കയറി എന്ന് തുടങ്ങിയോ അന്ന് മുതലാണ് ഈ പറയുന്ന ദുരന്തങ്ങളൊക്കെ. ഞാൻ അങ്ങനെ തന്നെ പറയും. ആ കാനന വാസന തൊട്ട അന്ന് മുതൽ വേണമെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കൂ. ഞാൻ തമാശ പറഞ്ഞില്ല, അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ പറഞ്ഞത്. ആ കാനനവാസന്റെ ഇഷ്യൂ ഉണ്ടായ അന്ന് മുതൽ കേരളത്തിന്റെ ചരിത്രം നിങ്ങളൊന്ന് പഠിക്കൂ. കാട്ടില് സമാധാനമായിട്ടുണ്ടായിരുന്ന ആ കാനനവാസനെ കുത്തിയിളക്കുക. അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ സമാധാനം ഉണ്ടായിട്ടില്ല. നിങ്ങൾ വെറുതെ നോക്കൂ. ശബരിമല ഇഷ്യൂവിന് ശേഷം കേരളത്തിലുണ്ടായ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെറുതെ നോക്കൂ നിങ്ങൾ. ഞാൻ തമാശ പറഞ്ഞില്ല. പ്രകൃതി തന്നെ മാറിപ്പോയി. ഇതിങ്ങനെയൊക്കെ വേണം. നല്ല കാടും വേണം, മനുഷ്യരും വേണം, പച്ചയും വേണം, പച്ചപ്പ് വേണം. മനുഷ്യന്റെ ഉള്ളിൽ നന്മയുണ്ടാവണം. ഞാനൊക്കെ ക്യാമ്പസിൽ പഠിച്ച ആളാണ്. 5 കൊല്ലം ക്യാമ്പസിൽ പഠിച്ചാണ്. രാഷ്ട്രീയം ഉണ്ടായിരുന്നു. പക്ഷെ സൗഹൃദപരമായ രാഷ്ട്രീയമായിരുന്നു എല്ലായിടത്തും. തമാശയല്ലാതെ തമാശയ്ക്കപ്പുറത്തും ഒരു സീരിയസ്നെസ് ഉണ്ടായിരുന്നില്ല. KSUവിനെയും SFIനെയും ഒക്കെ വിരട്ടിയ ആൾക്കാരാണ് ഞങ്ങൾ. കോളേജിൽ, ക്യാമ്പസിൽ ഒക്കെ തമാശയായിരുന്നു. അതിന് ഞങ്ങളുടെ അധ്യാപകരൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട്. ഞാൻ കാണിച്ച ഭൂകൃത്യത്തിനൊക്കെ കൂട്ടുനിന്ന പ്രിൻസിപ്പൾ എനിക്കുണ്ടായിരുന്നു. നല്ല സൗഹൃദമാണ്. ആ 5 കൊല്ലം അവിടെ ജീവിച്ചതിന്റെ ഓർമ്മയിലാണ് ഞങ്ങളൊക്കെ ഇപ്പോഴുള്ളത്. ആ നനുത്ത ഓർമ്മകളൊക്കെ ഞങ്ങൾ ഇപ്പോഴും
ഇങ്ങനെ എന്താണ് ആ മണ്ണിനോടും അവിടുത്തെ അന്തരീക്ഷത്തോടും അവിടെ ആരുടെയും ചോര ചിന്തിയിട്ടില്ല, ആരുടെയും ചോര ഒഴുകിയിട്ടില്ല, ആരുടെയും മാനം നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു കലാകാരനും സ്റ്റേജിൽ ആടി തളരാതെ ആടിക്കഴിഞ്ഞിട്ടാണ് ഇറങ്ങി പോന്നിട്ടുള്ളത്. ഇടയ്ക്ക് വെച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കലാകാരനും പ്രശ്നം പറ്റിയിട്ടില്ല. ഇതൊക്കെ ഞങ്ങളൊക്കെ ആ കടന്നു പോകുന്ന കലാലയത്തിലൂടെയാണ് ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ ജീവിക്കുന്നത്. മാറ്റമൊന്നുമില്ല. പാഠപുസ്തകങ്ങളും ഒന്ന് തന്നെ, പാഠങ്ങളും ഒന്ന് തന്നെ. മനുഷ്യര് മാത്രം മാറുന്നു. ആ മനുഷ്യരെ മാറ്റുന്നത് രാഷ്ട്രീയമാണ്. കേവല വില കുറഞ്ഞ രാഷ്ട്രീയം. മനുഷ്യരെ പരസ്പരം ദ്രോഹിച്ച് ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി ഇല്ലാതെ ചെയ്യുന്ന രാഷ്ട്രീയം അതൊന്ന് മാറും. മാറ്റമുണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. കൂടെ ഉണ്ടാവണം. ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കളും വന്ന് രാംസ് വ്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ഗണ്ടശ ഞാൻ പഠിച്ച സിനിമയുടെ എല്ലാ ഘടകവും സയൻസും കാര്യങ്ങളും പതിയെ വരും. ഒരു 10-50 എപ്പിസോഡിൽ സിനിമയുടെ എല്ലാ ഘടകവും, ക്യാമറ, എഡിറ്റിംഗ്, എല്ലാ ഘടകത്തിനും വിശദമായ കാര്യങ്ങളുണ്ടാകും. നിങ്ങളതിന് കൂടെ വന്നാൽ മതി. ഒരു ഫീസില്ലാത്ത കാര്യമാണ്. അത് നിങ്ങൾക്ക് ഉപകരിക്കും, നിങ്ങളുടെ മക്കൾക്ക് ഉപകരിക്കും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതേപോലെ തന്നെ എന്നെ ഈ പറയുന്ന നമ്മുടെ ധർമ്മത്തിന്റെ ഏറ്റവും ഉദാത്തമായ സങ്കല്പങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. നിങ്ങളുടെ ശരീരം സാമ്പത്തികം മാത്രമല്ലല്ലോ, നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവണം, നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാവണം. എല്ലാ രീതിയിലും എന്നെ ഹെൽപ്പ് ചെയ്യണം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സ്വാമി ശരണം. അതെ, അടുത്ത തലമുറയാണ് എല്ലാം കാണുന്നത്. അടുത്ത തലമുറയ്ക്ക് നമ്മളൊന്നും ബാക്കി വെച്ചിട്ടില്ല. നന്മയുടെ അംശങ്ങളൊന്നും അടുത്ത അംശങ്ങളില്ല. ഓർക്കാൻ അടുത്ത തലമുറയ്ക്ക് ഓർക്കാൻ എന്താ ഉള്ളത്? ക്യാമ്പസിലെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാതെ ഒന്നുമില്ല. ഓർക്കാനൊന്നുമില്ലാത്ത, ഓർക്കാൻ ഒരു നനുത്ത ഓർമ്മകൾ പോലുമില്ലാത്ത, പച്ചപ്പില്ലാത്ത കഠിന ഹൃദയരായിട്ടുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കഠിന ഹൃദയം എന്ന് പറഞ്ഞ പോലെ അതികഠിന ഹൃദയരായിട്ട്. അതുകൊണ്ടാണ് മക്കൾ അച്ഛനെ കൊല്ലുന്നത്, അച്ഛൻ മക്കളെ കൊല്ലുന്നത്, അമ്മയെ മക്കൾ കൊല്ലുന്നത്, മനുഷ്യനെ ബലി കൊടുക്കുന്നത്. കഠിന ഹൃദയരായിട്ടുള്ള മനുഷ്യരായിട്ട്, ധർമ്മത്തിന്റെ ചിന്തകളില്ല, ധർമ്മത്തിന്റെ വേരിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത കുടുംബങ്ങളായിട്ട് മാറിയിട്ട്, ബോധത്തിന്റെ അംശമില്ലാത്ത കുടുംബമായി മാറിയിട്ട് മക്കളും എന്താണ് അച്ഛൻ, എന്താണ് അമ്മ എന്നുള്ള വെറും സംയോഗം, അതിൽ നിന്നുണ്ടായ ഉൽപ്പന്നങ്ങൾ മാത്രമായിട്ട് സമൂഹം മാറുന്നുണ്ട്. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ ഒക്കെ നമുക്കൊക്കെ ഉണ്ട്. നമ്മുടെ ഉള്ളിലൊക്കെ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളും സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതിനെയൊക്കെ തടഞ്ഞു നിർത്തുന്ന, ബോധത്തിൽ നിർത്തുന്ന, തെറ്റിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു ഘടകം നമ്മൾ പഠിച്ച ധർമ്മത്തിന്റെ വ്യവസ്ഥയാണ്. അത് സങ്കുചിതമായി പോകുമ്പോഴാണ് വർഗീയതയാവുന്നത്. ഒരു മുസൽമാൻ ഇസ്ലാമിനെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ വർഗീയതയായിട്ട് മാറും. മാനവീയതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാനവീയതയായിട്ട് മാറും. ക്രിസ്ത്യാനി അവന്റെ മതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ മതമായിട്ട് മാറും. പക്ഷെ സമൂഹത്തെക്കുറിച്ച് അവനവന്റെ കർമ്മവും അവന്റെ 10 കൽപ്പനകളും അനുസരിച്ചുകൊണ്ട് മാന്യമായിട്ട് ജീവിക്കാം. ഇസ്ലാമിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മാനവീയതയിൽ ഊന്നിക്കൊണ്ട് ജീവിക്കുക. ചില കാര്യങ്ങൾ ഇസ്ലാമിൽ ഒഴിവാക്കണം. പൂർണ്ണമായിട്ടും ഗ്രന്ഥത്തെ ആശ്രയിച്ച് ഒരു ഇസ്ലാമിൽ ജീവിക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മുടെ ബോധം കൊണ്ട് ഉണ്ടാക്കേണ്ടതാണ്. ആ ബോധം കൊണ്ട് ഉണ്ടാക്കിയിട്ട് വേണം സമൂഹത്തെ അളക്കാൻ. ഇപ്പൊ ഞാൻ വരുമ്പോൾ വർഗീയത പറയാൻ വേണ്ടി വന്ന ആള്, ഞാൻ വർഗീയതയല്ല, സത്യമാണ് പറയുന്നത്. ഞാൻ മുസൽമാനായിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഹിന്ദു ആയിരുന്നപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. ഒരു വ്യത്യാസമില്ല. എന്റെ നിലപാടുകൾക്ക് അന്നും ഇന്നും ഒരു വ്യത്യാസം വന്നില്ല.
ഞാൻ ഈ ധർമ്മത്തോട്, ഭാരതം എന്ന രാജ്യത്തോട് ചേർന്ന് വയ്ക്കാനാണ്. 1988 എന്റെ മകൾക്ക്, ആദ്യം ജനിച്ച മകൾക്ക് ഞാൻ അശ്വതി എന്ന് പേരിടുന്നത്. അവളുടെ നാമം കൊണ്ട് അവളുടെ മതം തിരിച്ചറിയരുത് എന്നുദ്ദേശിച്ചിട്ട്. 1988 അന്നൊന്നും ഒരു മുസൽമാനും ധൈര്യപ്പെട്ടില്ല. അങ്ങനെ വളർന്നു വന്നാണ്. എല്ലാവരും ഒരുപോലെ കണ്ടുകൊണ്ടാണ്. ഞാൻ അമ്പലത്തിൽ ഭക്ഷണം കഴിച്ചിട്ടും എനിക്ക് നല്ല സൂഫി സുഹൃത്തുക്കളുണ്ട്. എന്റെ ഒരു സുഹൃത്ത് സൂഫിയാണ്. അവരുടെ കൂടെയൊക്കെ നടന്നിട്ടുണ്ട്. അതേസമയത്ത് വളരെ വിഷമുള്ള ആൾക്കാരുടെ കൂടെ നടന്നിട്ടുണ്ട്. അവർ കൊടിയ വിഷമാണെന്ന് എനിക്കറിയാം. ആ വിഷത്തിൽ കിട്ടാത്ത സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ കൂടെ നമ്മൾ അണലിയും മൂർഖനും ഒക്കെ വസിക്കുന്നിടത്താണ് നമ്മൾ വസിക്കുന്നത്. അപ്പൊ മൂർഖന്റെ കൊത്തുള്ളത് അണലിയുടെ കടി കേൾക്കാതെയും നമ്മൾ സൂക്ഷിക്കണം. അത് കടി കൊണ്ട് നമ്മൾ മരിക്കുന്നില്ല എന്ന് നമുക്കറിയാലോ. അപ്പൊ രാത്രി പോകുമ്പോൾ ടോർച്ച് കൊണ്ടുപോകണം, നടക്കുമ്പോൾ കാല് അമർത്തി ഒച്ചയുണ്ടാക്കി നടക്കണം എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. സമൂഹത്തിൽ ഇവരെയൊക്കെ ഉന്മൂലനം ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല. ഇവർ ഈ സമൂഹത്തിലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറഞ്ഞ് വീണ്ടും പോകും. അതുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.